ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറേ ബേസിക് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കുറേയൊക്കെ തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഞാനത് ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാനുള്ള ഒരു ടൈം തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആൻസേഴ്സ് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: എ സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ്. അപ്പം വളരെ സിമ്പിൾ ആയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് സെമി കണ്ടക്ടർ ആണെന്നോ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഒരു സെമി കണ്ടക്ടർ ആൻഡ് ഇറ്റ് ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് അറിയാമെങ്കിൽ പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് സെമി കണ്ടക്ടേഴ്സിനകത്ത് സിലിക്കൺ ഉണ്ട്, ജെർമേനിയം ഉണ്ട്. നമ്മൾ സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു എക്സാമ്പിൾ പറയുന്നത് സിലിക്കൺ, ജെർമേനിയം ആണ്. അപ്പം ഇതൊക്കെ ഏത് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ അതിന്റെ ബാലൻസ് എത്ര ആണെന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇവിടെ കൊടുത്തേക്കുന്ന ഓപ്ഷൻ 2, 3, 4, 5 ആണ്. അപ്പോൾ ആൻസേഴ്സ് അറിയാമെങ്കിൽ ആൻസർ 4 ആണ്. കാരണം സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 14 ആണ്. ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ്. സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ, അതേപോലെ തന്നെ ജെർമേനിയം അത് 32 ആണ്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ അറ്റോമിക് നമ്പർ ആണ്. ഇതിന്റെ വാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ കോമൺ ആയിട്ട് വരുന്ന സെമി കണ്ടക്ടേഴ്സ് സിലിക്കൺ, ജെർമേനിയം ആണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിലിക്കൺ ആണ്. അപ്പൊ സിലിക്കണിന്റെ അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ ജെർമേനിയം ഇതിന്റെയൊക്കെ ബാലൻസി എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ അറ്റോമിക് നമ്പറും അതുപോലെ അതിന്റെ ബാൻഡ് ഗ്യാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു സെമി കണ്ടക്ടർ ബേസ് ചെയ്തിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇതിന്റെ ആൻസർ 4 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a dash, the energy gap between the conduction band and valence band of a substance is of the order 0.7 electron volt. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഒരു സെമി കണ്ടക്ടറിന് ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ സെമി കണ്ടക്ടർ ഇൻട്രൻസിക്, എക്സ്ട്രൻസിക് ഇങ്ങനെ വരുന്ന കുറച്ച് പോർഷനിൽ നിന്ന് നല്ലതുപോലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ ആൻഡ് നൺ ഓഫ് ദി എബോവ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും, വാലൻസ് ബാൻഡും ഇത് തമ്മിലുള്ള ആ ഒരു എനർജി ഡിഫറൻസിനെയാണ് നമ്മൾ ബാൻഡ് ഗ്യാപ്പ് എന്ന് വിളിക്കുന്നത്, EG. ഈ EG ഇവര് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് 0.7 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പൊ അങ്ങനെ വരുവാണെങ്കിൽ അത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് സെമി കണ്ടക്ടർ ആണോ, കണ്ടക്ടർ ആണോ, ഇൻസുലേറ്റർ ആണോ? അതല്ല, ഈ ഓപ്ഷൻ ഒന്നും അല്ല. അപ്പം ഇതിന്റെ ആൻസർ എന്താണെന്ന് പറയാമോ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈവൻ സ്കൂൾ ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ അറിയാമെങ്കിൽ പറയാം. കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ. അപ്പൊ നമ്മൾ ആ ഒരു എനർജി ഗ്യാപ്പിന്റെ ബേസിസിലാണ് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്: കണ്ടക്ടർ, സെമി കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. അപ്പം ഇതിന്റെ ആൻസർ സെമി കണ്ടക്ടർ ആണ്. കാരണം നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത് എനർജി ഗ്യാപ്പ് ഗ്രേറ്റർ ദാൻ 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 1.1 ഇലക്ട്രോൺ അല്ല, യൂഷ്വലി 5, 6 ആണ്. ഒരു 5 ഇലക്ട്രോൺ വോൾട്ടിലോട്ട് മുകളിലോട്ടൊക്കെ പോകുന്നത് നമ്മുടെ ഇൻസുലേറ്റർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആ റേഞ്ചിൽ വരുന്നതാണ്. കാരണം ഇപ്പൊ സിലിക്കണിന്റെ അല്ലെങ്കിൽ ജെർമേനിയത്തിന്റെ ഒക്കെ ബാൻഡ് ഗ്യാപ്പ് നോക്കുവാണെങ്കിൽ സിലിക്കണിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 1.1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ജെർമേനിയത്തിന്റെ ആണെങ്കിൽ 0.79 ആണ്. ഇത് രണ്ടുമാണ് നമ്മൾ കോമൺലി
അറിഞ്ഞിരിക്കേണ്ട 2 സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ അതിന്റെ ബാൻഡ് ഗ്യാപ്പ് എത്രയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു, അതും സെമി കണ്ടക്ടേഴ്സ് റിലേറ്റ് ചെയ്തിട്ടാണ്. അപ്പം ഇതിന്റെ ആൻസർ നമ്മൾ 0.7 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 1 ഇലക്ട്രോൺ വോൾട്ടിന് അടുത്ത് വരുന്നതൊക്കെ സെമി കണ്ടക്ടേഴ്സ് ആണ്. ഗ്രേറ്റർ ദാൻ 5 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 6 ഇലക്ട്രോൺ വോൾട്ട് ഒക്കെ വരുന്നത് ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പൊ ഇത് ഇൻസുലേറ്റേഴ്സും ആണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a Zener regulator, the change in load current produces change in dash. അപ്പോൾ നമ്മൾ സെനർ ഡയോഡ്സ് എന്നൊരു കാര്യം പഠിക്കുന്നുണ്ട്. സെനർ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം അതിൽ വർക്ക് ചെയ്യുന്ന ഡയോഡാണ്, അല്ലെങ്കിൽ റിവേഴ്സ് വോൾട്ടേജിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ആണ് സെനർ ഡയോഡ് യൂസ് ചെയ്തിട്ടുള്ള റെഗുലേറ്റേഴ്സ്. അപ്പൊ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാവുന്നേ ഉള്ളൂ. അതായത് ഒരു സെനർ റെഗുലേറ്ററിൽ ലോഡ് കറണ്ടിന് ചേഞ്ചസ് വരുമ്പോൾ എന്താണ് ചേഞ്ച് ചെയ്യുന്നത്? സോ അത് സെനർ കറണ്ട് ആണോ, സെനർ വോൾട്ടേജ് ആണോ, അതല്ല കറണ്ടും വോൾട്ടേജും മാറുന്നുണ്ടോ, അതല്ല നൺ ഓഫ് ദി അബോവ്. ഇതാണ്. അപ്പോ ഇതിന്റെ ആൻസർ അറിയാമോ? സെനർ കറണ്ട് ആണോ, അതല്ല സെനർ വോൾട്ടേജ് ആണോ, സെനർ റെഗുലേറ്റർ അല്ലെങ്കിൽ സെനർ ഡയോഡിന്റെ ഒരു പ്രത്യേകത, അതായത് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. റിവേഴ്സ് വോൾട്ടേജും റിവേഴ്സ് കറണ്ടും വെച്ചിട്ട് നമ്മൾ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. അതായത് ആദ്യം ഒരു കോൺസ്റ്റന്റ് റിവേഴ്സ് കറണ്ട് ഫ്ലോ ചെയ്യും, then ഒരു പർട്ടിക്കുലർ വോൾട്ടേജിൽ ആ കറണ്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് ഫ്ലോ ചെയ്യും. ആ പർട്ടിക്കുലർ വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സെനറിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ് ഞാൻ ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു സെനർ റെഗുലേറ്ററിന്റെ കേസിൽ ആ സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ സെനർ റെഗുലേറ്ററിനകത്ത് ലോഡ് കറണ്ടിന് ചേഞ്ചസ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും സെനർ വോൾട്ടേജ് മാറില്ല. അവിടെ മാറുന്നത് സെനർ കറണ്ട് ആണ്. സെനർ കറണ്ടിന് ഒരു മിനിമം വാല്യൂ തൊട്ട് മാക്സിമം വാല്യൂ വരെ ഇങ്ങനെ മാറാം. ആ മിനിമം വാല്യൂ ഇപ്പൊ ഞാൻ ഇതിനെ IZ മിനിമം, ഇതിനെ IZ മാക്സിമം ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ IZ മിനിമം തൊട്ട് IZ മാക്സിമം വരെ നമ്മുടെ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അവിടെ മാറുന്നത് എന്താണ്? കറണ്ടാണ്. സെനർ കറണ്ടാണ് മാറുന്നത്. അപ്പം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഒരിക്കലും അത് സെനർ വോൾട്ടേജ് വരില്ല. അപ്പം അതുപോലെ തന്നെ AB ആ ഒരു ചോയ്സ് ഒന്നും വരില്ല. സെനർ കറണ്ട് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ സെമി കണ്ടക്ടേഴ്സ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട്, അതായത് നമ്മൾ ഫോർവേഡ് റിവേഴ്സ് ബയാസിംഗ് ഒക്കെ പഠിക്കുന്നതിന്റെ കൂടെ തന്നെ റിവേഴ്സ് ബയാസിംഗിൽ വരുന്ന മെക്കാനിസമാണ് അവലാഞ്ച് സെനർ മെക്കാനിസം. അവലാഞ്ച് ബ്രേക്ക് ഡൗൺ, സെനർ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ആൻഡ് സെനർ ബ്രേക്ക് ഡൗൺ. ഇതിന്റെ ഒരു കമ്പാരിസൺ അതും കൂടെ പഠിച്ചു വെക്കണം. സെനർ ഒക്കർ ചെയ്യുന്നത് എവിടാണ്, അവലാഞ്ച് ഒക്കർ ചെയ്യുന്നത് എവിടാണ്. സെനർ എന്ന് പറയുന്നത് ഹൈലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡിലാണ്. ഹൈലി ഡോപ്ഡ് ആയിട്ടുള്ള PN ജംഗ്ഷൻ ഡയോഡ്സിലാണ് സെനർ ഒക്കർ ചെയ്യുന്നത്. അവലാഞ്ച് എന്ന് പറയുന്നത് ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ്സിലാണ്. അപ്പം അങ്ങനെ അതേപോലെ തന്നെ അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ലോവർ റിവേഴ്സ് വോൾട്ടേജിൽ ഒക്കർ ചെയ്യുന്നത് സെനർ ആണ്. അതുപോലെ തന്നെ ഹയർ വോൾട്ടേജിൽ ഒക്കർ ചെയ്യുന്നത് അവലാഞ്ച് ആണ്. അപ്പം അങ്ങനെ കുറച്ച് ഡിഫറൻസ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സെനറിനകത്ത് ഒരു ഇലക്ട്രോൺ ടണലിംഗ് എഫക്റ്റ് ആണ് നടക്കുന്നത്. അവലാഞ്ചിനകത്താണെങ്കിൽ ഈ കരിയർ മൾട്ടിപ്ലിക്കേഷൻ എഫക്റ്റ് ആണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഡിഫറൻസ് ഉണ്ട്. അതൊക്കെ നോട്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. സെനർ ഡയോഡും അവലാഞ്ച് ഡയോഡും. അപ്പോൾ ആ സെനർ ഡയോഡ് വെച്ചിട്ടുള്ള റെഗുലേറ്ററിനെ കുറിച്ച് അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പഠിച്ചാൽ മതി. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നുള്ളൂ. പിന്നെ റെഗുലേഷൻ എന്താണ്, ലോഡ് റെഗുലേഷൻ, ലൈൻ റെഗുലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെനർ റെഗുലേറ്ററിനകത്ത് നമ്മൾ പഠിക്കണം. അപ്പം സെമി കണ്ടക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അത് നോക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ സെമി കണ്ടക്ടേഴ്സ്, ട്രാൻസിസ്റ്റർ ആ പോർഷനിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയോഡ്സ് ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ വരുന്ന ഒരു പോർഷനാണ് റെക്ടിഫയേഴ്സ്. അപ്പൊ റെക്ടിഫയേഴ്സിൽ നിന്ന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പൊ അതിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം എഫിഷ്യൻസി ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. അപ്പൊ 3 റെക്ടിഫയേഴ്സും നമ്മൾ പഠിക്കണം. ഹാഫ് വേവ് റെക്ടിഫയർ, അതുപോലെ തന്നെ
full wave rectifier, then center tapped bridge rectifier. So bridge. Center tapped ആണ് full wave rectifier എന്ന് പറയുന്നത്, then bridge rectifier. അപ്പോൾ ഇത് രണ്ടും ശരിക്കും full wave ഔട്ട്പുട്ട് ആണ് തരുന്നത്. അപ്പം center tapped full wave rectifierും bridge rectifier. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്ത് അത് പഠിക്കണം. അപ്പോൾ ഇതിന്റെ കമ്പാരിസൺ, മെയിൻ ആയിട്ട് അതിന്റെ കമ്പാരിസൺ ഒരു ടേബിൾ ഉണ്ട്, അതൊന്ന് പഠിച്ചാൽ മതി. വളരെ ഈസി ആയിരിക്കും. ഏത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആ ഒരു കമ്പാരിസൺ ചാർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ, ഇതിന്റെ ആൻസർ പറയാൻ പറ്റുമോ? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ മാക്സിമം എഫിഷ്യൻസി 50%, 25%, 40.6, 81.2. നിങ്ങൾ ആൻസർ പറഞ്ഞോ കേട്ടോ, കാരണം അത് ഉറക്കെ പറഞ്ഞു. നമ്മൾ തെറ്റിയാലും കുഴപ്പമില്ല, കാരണം ഇത് എല്ലാവർക്കും ഓർത്തിരിക്കാൻ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ പറയണമെന്നില്ല. അപ്പോ ആൻസർ എത്രയാണ്? 40.6 ആണോ പറഞ്ഞത്? കറക്റ്റ് ആണ്. കാരണം നമ്മൾ എപ്പോഴും ഒരു എക്സാമിന് പോവുകയാണെങ്കിൽ ഇത് സിലബസിൽ ഉണ്ടെങ്കിൽ ആ ഒരു ടേബിൾ ഒന്ന് പഠിച്ചിട്ട് പോകണം, നല്ലതായിരിക്കും. കാരണം നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കുറച്ച് വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ഒരെണ്ണമാണ് എഫിഷ്യൻസി. അപ്പൊ അത് ഹാഫ് റെക്ടിഫയറിൻ്റെത് 40.6, ഫുൾ വേവിൻ്റെത് 81.2. രണ്ട് ഫുൾ വേവിന്റെയും 81.2 ആണ്. പിന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ റിപ്പിൾ ഫ്രീക്വൻസി എത്ര ആണ്. അപ്പൊ അത് ഇപ്പം എഫ് ആണ്, അല്ലെങ്കിൽ ഒരു 50 ഹെർട്സ് ആണ് തരുന്നതെങ്കിൽ ഹാഫ് വേവിൻ്റെത് 50 ഹെർട്സ് തന്നെ ആയിരിക്കും. അതേസമയം ഫുൾ വേവിന്റെ ആണെങ്കിൽ അത് 2 ടൈംസ് എഫ് ആയിരിക്കും. ഇപ്പം 50 ഹെർട്സ് ആണ് തരുന്നതെങ്കിൽ 100 ഹെർട്സ് ആയിരിക്കും റിപ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ്. ഇതൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്ന ഹാഫ് വേവ് റെക്ടിഫയറിന്റെ കേസിൽ VM ആണ്. പിന്നെ ബാക്കിയുള്ളതിന്റെ രണ്ടിന്റെയും കേസിൽ ഈക്വൽ അല്ല, ഡിഫറെന്റ് ആണ്. കാരണം ഒരെണ്ണം VM ആയതുകൊണ്ട് ഫുൾ വേവിന്റെ എപ്പോഴും നമ്മളിപ്പോൾ 81.2 പറഞ്ഞതുപോലെ അടുത്തത് രണ്ടും 2 VM എന്ന് പഠിച്ചു വെക്കരുത്. സെന്റർ ടാപ്പിന്റേതാണ് 2 VM, പക്ഷെ ബ്രിഡ്ജിൻ്റെത് VM ഉള്ളൂ. അപ്പം ഹാഫ് വേവിൻ്റെതും ബ്രിഡ്ജിൻ്റെതും VM ആണ്, ഫുൾ വേവിൻ്റെത് 2 VM ആണ്. അതായത് മാക്സിമം റിവേഴ്സ് വോൾട്ടേജിനെയാണ് ശരിക്കും പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അതിന്റെ വർക്കിംഗ് പറഞ്ഞാലേ അത് എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. സോ ഇത് പഠിച്ചു വെക്കണം. ഈ ഒരു ടേബിള് മസ്റ്റ് ആയിട്ടും പഠിച്ചു വെക്കണം. TUF, ട്രാൻസ്ഫോമർ യൂട്ടിലൈസേഷൻ ഫാക്ടർ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അപ്പൊ അതിനകത്തേ ഉള്ളൂ ഈ ന്യൂമറിക്കൽ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. അപ്പോ ഇതൊക്കെ നമുക്ക് മാക്സിമം ഫുൾ മാർക്കും സ്കോർ ചെയ്യാവുന്ന കുറച്ച് പോർഷനാണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞില്ല, അടുത്ത ക്വസ്റ്റ്യൻ അതിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സെന്റർ ടാപ്ഡ് ഫുൾ വേ റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഡയോഡ്സ്. അത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള റെക്ടിഫയേഴ്സിന്റെ കമ്പാരിസൺ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ഡയോഡ്സ് ഉണ്ട്? ഹാഫ് വേവിനകത്ത് നമുക്ക് എത്ര എന്നറിയാം, ഫുൾ വേവിനകത്ത് എത്ര ഉണ്ടെന്ന് അറിയാം. അത് നമ്മൾ ഈ കമ്പാരിസൺ ചാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് വേവിനകത്ത് ഒരെണ്ണേ ഉള്ളൂ, ഫുൾ വേവിനകത്ത് 2 എണ്ണം, ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ 4 എണ്ണം വരുന്ന ഒരു സ്ട്രക്ചർ ആണ്. അപ്പം ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഒരു സെന്റർ ടാപ്ഡ് റെക്ടിഫയറിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് 2 എണ്ണമാണ്. അപ്പം ഇതെല്ലാം ആ ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു സെക്ഷൻ ആണ്. ഇപ്പൊ നമ്മള് സെമി കണ്ടക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിക് കാര്യങ്ങൾ, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതിന്റെ ഡോപ്പിംഗ്, അപ്പം എങ്ങനെയാണ്, ഏതൊക്കെ ഡോപ്പിംഗ് ആണ്, പെന്റാവാലന്റ്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്, അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം. കാരണം ഒരു ഇമ്പ്യൂരിറ്റി തന്നിട്ട് അത് പെന്റാവാലന്റ് ആണോ ട്രൈവാലന്റ് ആണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പം അങ്ങനെ ഡോപ്പിംഗ് ഇമ്പ്യൂരിറ്റീസ് നന്നായിട്ട് പഠിച്ചു വെക്കണം. ദെൻ ആ സെമി കണ്ടക്ടേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് PN ജംഗ്ഷനെ കുറിച്ച് പഠിക്കാൻ പറ്റും. PN ജംഗ്ഷൻ, ദെൻ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫോർവേഡ് ബയസിങ്, റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ വേണം പഠിച്ചു വരാൻ. ദെൻ അതിനുശേഷം നമ്മുടെ സെനറിന്റെ ബ്രേക്ക് ഡൗൺ മെക്കാനിസം, സെനർ അവലാഞ്ച് മെക്കാനിസം. അതിനുശേഷം പഠിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് റെക്ടിഫയേഴ്സ്. റെക്ടിഫയേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഫിൽട്ടേഴ്സ് പഠിക്കുക, ഫിൽട്ടേഴ്സ്. ദെൻ അതിനുശേഷം റെഗുലേറ്റേഴ്സ്. റെഗുലേറ്റേഴ്സ് നമ്മൾ സെനറിന്റെ പഠിച്ചാൽ മതി.
ദെൻ റെക്ടിഫയറും ഫിൽറ്റേഴ്സും, ഫിൽറ്റേഴ്സിന്റെ ഒക്കെ കമ്പാരിസൺ പഠിക്കണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫിൽറ്റേഴ്സ് ആണുള്ളത്. സി, എൽ സി, അങ്ങനെ സി ഫിൽറ്റർ ഉണ്ട്, എൽ ഫിൽറ്റർ ഉണ്ട്. അപ്പം അതിന്റെയൊക്കെ റിപ്പിൾ ഫ്രീക്വൻസി എങ്ങനെയാണ്, അതെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു കമ്പാരിസൺ പോലെ പഠിച്ചിട്ടുവാണെങ്കിൽ എളുപ്പമായിരിക്കും ഫിൽറ്റേഴ്സിൻ്റെത്. അപ്പൊ അതും റെക്ടിഫയർ പഠിച്ച ഉടനെ തന്നെ പഠിക്കുന്നതാണ്. സോ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഷോൺ ഇൻ ഫിഗർ? ഈ ഫിൽറ്റർ ഏതാണെന്ന് പറയാമോ? ഒരു ആറും സിയും ആണ് തന്നിരിക്കുന്നത്. ഇൻപുട്ട് കൊടുത്തേക്കുന്നത് ആറിന് സീരീസ് ആയിട്ടും ഔട്ട്പുട്ട് എടുത്തേക്കുന്നത് കപ്പാസിറ്ററിന് പാരലായിട്ടാണ്. അപ്പൊ ഇതെന്ത് ഫിൽട്ടർ ആണ്? അറിയാമെങ്കിൽ പറയാം. ലോ പാസ് അല്ലെങ്കിൽ ഹൈ പാസ്? ലോ പാസ് അല്ലെങ്കിൽ ഹൈ പാസ് ആയിരിക്കും. അതിലേതാണ്? ലോ പാസ് ആണോ ഹൈ പാസ് ആണോ? എന്തായാലും ബാൻഡ് പാസും ബാൻഡ് റിജക്റ്റും അല്ല, ലോ പാസ് ആണ്. അല്ല, ലോ പാസ് ഫിൽട്ടർ കറക്റ്റ് ആണ്. നമുക്കിത് അല്ലാതെ നമുക്ക് ഇന്റഗ്രേറ്റർ ആയിട്ടും യൂസ് ചെയ്യാം. അറിയാലോ, ആറും സിയും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റർ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പൊ കപ്പാസിറ്ററിന് എക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നതെങ്കിൽ അത് ലോ പാസ് ഫിൽട്ടർ ആണ്. ലോ ഫ്രീക്വൻസീസിനെ പാസ് ചെയ്യും. അപ്പൊ അതിന്റെ റെസ്പോൺസും കാര്യങ്ങളും ഒക്കെ അറിയാം. ഇങ്ങനെയാണ് റെസ്പോൺസ്. അതിനകത്ത് പാസ് ബാൻഡ് ഉണ്ട്, സ്റ്റോപ്പ് ബാൻഡ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോ ഇതൊരു ലോ പാസ് ഫിൽട്ടർ ആണ്. കാരണം ഇൻപുട്ട് കൊടുത്തേക്കുന്നത് റെസിസ്റ്ററിന് സീരീസ് ആയിട്ട് കപ്പാസിറ്ററിന് പാരലായിട്ടാണ് ഔട്ട്പുട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ തിരിച്ചാണെങ്കിൽ, അതായത് ഇവിടെ കപ്പാസിറ്ററും റെസിസ്റ്ററും, ഇൻപുട്ട് കപ്പാസിറ്ററിന് സീരീസ് ആയിട്ടും ഔട്ട്പുട്ട് എടുത്തേക്കുന്നത് റെസിസ്റ്ററിന് പാരലായിട്ടാണെങ്കിൽ അത് നമ്മുടെ ഹൈ പാസ് ഫിൽട്ടറുമാണ്. ദിസ് ഈസ് ഇക്വലന്റ് ടു, ഹൈ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്ററിന് ഇക്വലന്റ് ആണ്. ഡിഫറൻഷിയേറ്ററിന് ഇക്വലന്റ് ആണ്. ലോ പാസ് ഫിൽട്ടർ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്ററിനും ഇക്വലന്റ് ആണ്. അപ്പോ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഇനി നമ്മുടെ ട്രാൻസിസ്റ്റർ ഓപ്ഷനിലാണ്. നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ആ ഒരു ഓർഡറിൽ തന്നെയാണ്. സെമി കണ്ടക്ടേഴ്സ് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, പിന്നെ ട്രാൻസിസ്റ്റേഴ്സ്, പിന്നെ BJT, അങ്ങനെ ആണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, ആ രീതിയിലാണ് ക്വസ്റ്റ്യൻസ്. ഇപ്പം ABCD നമ്മൾ A പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. ഇത് മാറുമ്പോൾ മിക്സ് ചെയ്ത് വരും ക്വസ്റ്റ്യൻസ്. എങ്കിലും കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഇലക്ട്രോണിക്സ് പോർഷനിൽ നമുക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇനി ട്രാൻസിസ്റ്റർ there are dash depletion regions. എത്ര ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടെന്നാണ് അതറിയാവുന്നതാണ്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രാൻസിസ്റ്ററിൽ എത്ര ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്? അപ്പൊ ഞാനൊരു ട്രാൻസിസ്റ്റർ വരയ്ക്കാം, ഒരു NPN ട്രാൻസിസ്റ്റർ വരയ്ക്കുന്നതാണ്. ഇവിടെ എത്ര ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്? ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ. അപ്പൊ ഇതിനകത്ത് എത്ര ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട് പറയാമോ? സാറേ 1 ആണോ? ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഡിപ്ലീഷൻ റീജിയൻ? ഒരു ജംഗ്ഷൻ ആണല്ലേ, ഒരു PN ജംഗ്ഷൻ ആണ്. അപ്പൊ ഞാൻ ഈ വരച്ചേക്കുന്ന NPN എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്. ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ജംഗ്ഷൻ ഉണ്ട് അല്ലെ? ഇതൊരു PN ജംഗ്ഷൻ ആണ്, ഇതും ഒരു PN ജംഗ്ഷൻ ആണ്. അപ്പൊ 2 ജംഗ്ഷൻസ് ഉണ്ട്. 2 ജംഗ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ രണ്ടിടത്തും ഡിപ്ലീഷൻ റീജിയൻ ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. ഒരു ഡയോഡിനകത്ത്, ഒരു ഡയോഡ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു ഒറ്റ ഡിപ്ലീഷൻ ലെയറേ ഉള്ളൂ. ഡിപ്ലീഷൻ ലെയർ എന്ന് പറയുമ്പോൾ ആ ഒരു ജംഗ്ഷനാണ് ഉദ്ദേശിക്കുന്നത്, PN ജംഗ്ഷൻ കേട്ടോ. PN ജംഗ്ഷൻ അവിടെ 2 ജംഗ്ഷൻ ആണ്. അപ്പം ഒരു എന്താണ്, 2 ഡയോഡ്സ് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ് ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ഡിപ്ലീഷൻ റീജിയൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 2 ആണ്. എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത് കണക്ട് ചെയ്ത് കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. കാരണം ഇവിടെ എത്ര ജംഗ്ഷൻ ഉണ്ട്? 2 ഞാൻ പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഫസ്റ്റ് ജംഗ്ഷനെ, അല്ലെ ഫസ്റ്റ് ആ ഒരു സെമി കണ്ടക്ടറിനെ നമ്മൾ എമിറ്റർ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തേനെ ബേസ്, മൂന്നാമത്തേനെ കളക്ടർ. അപ്പൊ ഇങ്ങനെ 2 ജംഗ്ഷൻസ് ഉണ്ട് ശരിക്കും. 2 PN ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഒന്നിനെ നമ്മൾ എമിറ്റർ ബേസ് എന്നും അടുത്തതിനെ കളക്ടർ ബേസ് എന്നാണ് വിളിക്കുന്നത്. രണ്ടും PN ജംഗ്ഷൻ ആണ്. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ, അതാണ് PN, ഫസ്റ്റ് PN. രണ്ടാമത്തെ PN എന്ന് പറയുന്നത് കളക്ടർ ബേസുമാണ്.
അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് ജംഗ്ഷൻസ് അല്ലെങ്കിൽ രണ്ട് ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്. അപ്പൊ അതിന്റെ ആൻസർ 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So if the value of alpha in a transistor is 0.9, what is the value of beta? B ആണ് beta ആണ്. What is the value of beta? അത് പറയാം. ആൻസർ അത് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. പറയാം. ആൽഫ ബീറ്റ റിലേഷൻ എങ്ങനെ വേണമെങ്കിലും ഏത് റിലേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ആൽഫയാണ് തന്നിരിക്കുന്നത്, ബീറ്റ കണ്ടുപിടിക്കുക. സോ ബീറ്റ ഈസ് ഈക്വൽ ടു, ഇത് വളരെ സിമ്പിൾ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് മറന്നു പോകും. ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. ബീറ്റ ഈസ് ഈക്വൽ ടു ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും പഠിച്ചു വെച്ചേക്കുന്നത്, ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ബൈ ബീറ്റ പ്ലസ് 1. ഇതായിരിക്കും കൂടുതൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ഇക്വേഷൻ. ഇവിടെ നമുക്ക് തന്നേക്കുന്നത് ആൽഫയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്തത്. രണ്ടേന്ന് ഏത് വേണമെങ്കിലും പഠിച്ചു വെച്ചില്ല, ഒരെണ്ണം പഠിച്ചു വെച്ചിരുന്നാൽ മതി, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തിരിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതായിരിക്കും കുറച്ചും കൂടി എളുപ്പം, പെട്ടെന്ന് നമുക്ക് ടൈം ലാഭിക്കാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ ആൽഫ തന്നേക്കുന്നത് കൊണ്ട് ആൽഫയുടെ വാല്യൂ 0.9 ആണ് ബൈ 1 മൈനസ് 0.9. സോ ബീറ്റയുടെ വാല്യൂ ഒരു വലിയ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ അത് എത്ര ആണെന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ആ ഇക്വേഷനകത്ത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, 0.9 ബൈ 1 മൈനസ് 0.9. സോ ആൻസർ എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 90 വരും ആൻസർ. എപ്പോഴും ഓർക്കുക, നമ്മുടെ ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 വാല്യൂ ആയിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് കുറച്ച് ഹൈ വാല്യൂ ആയിരിക്കും. ആൽഫ ബീറ്റ ഒരു ഡിഫറൻസ് ആണ്, കറണ്ട് ഗെയിൻ, കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിന്റെ ഒരു ഡിഫറൻസ് ആണ്. ഇപ്പോഴും ആൽഫ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 1-നേക്കാട്ടി ചെറുതായിരിക്കും. ബീറ്റ എന്ന് പറയുന്നത് കുറച്ച് ഹയർ വാല്യൂ ആയിരിക്കും. ഈ റിലേഷൻ ഉറപ്പായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ആൽഫ ബീറ്റ റിലേഷൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഇതും ട്രാൻസിസ്റ്റർ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Where should be the bias point set in order to make transistor work as an amplifier? ഇതറിയാവോ? ഇതിന്റെ ആൻസർ ഏറ്റവും ബേസിക് ആണ്. ആംപ്ലിഫയർ ആണെങ്കിൽ അത് ആക്റ്റീവ് റീജിയനിലായിരിക്കും. അത് ആ ഒരു ടേബിൾ നമുക്കറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരെണ്ണം നമ്മൾ എമിറ്റർ ബേസ് എന്നും അടുത്തതിനെ കളക്ടർ ബേസ് എന്നുമാണ് നമ്മൾ പറഞ്ഞത്. ഒരു പി എൻ ജംഗ്ഷന് എമിറ്റർ ബേസും അടുത്ത പി എൻ ജംഗ്ഷന് കളക്ടർ ബേസും എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഈ എമിറ്റർ ബേസിനെ രണ്ടായിട്ട് നമുക്ക് ബയാസ് ചെയ്യിക്കാം. ഒന്ന് ഫോർവേഡ് ബയാസ് അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്. ഒരു പി എൻ ജംഗ്ഷന് രണ്ടായിട്ട് ബയാസ് ചെയ്യിക്കാം, ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും. അപ്പം ഫസ്റ്റ് ഫോർവേഡ് ബയാസ് ചെയ്യുകയാണ്, എമിറ്റർ ജംഗ്ഷനെ ഫോർവേഡ് ബയാസ്, കളക്ടർ ജംഗ്ഷനെ റിവേഴ്സ് ബയാസ് ചെയ്യുകയാണെങ്കിൽ ആ മോഡിനെയാണ് നമ്മൾ ആക്റ്റീവ് മോഡ് എന്ന് വിളിക്കുന്നത്. ദെൻ 2 ഫോർവേഡ് ആണെങ്കിൽ അതിനെ നമ്മൾ സാച്ചുറേഷൻ എന്ന് വിളിക്കും. 2 റിവേഴ്സ് ആണെങ്കിലോ പറയാമോ? 2 ഡയോഡ്സും ഓഫ് ആണ്, അല്ലെങ്കിൽ 2 ജംഗ്ഷൻസും ഓഫ് ആണ്. ഇതിനെയാണ് കട്ട് ഓഫ് എന്ന് വിളിക്കുന്നത്. ഇനി ആദ്യം പറഞ്ഞതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് എമിറ്റർ ജംഗ്ഷൻ റിവേഴ്സും കളക്ടർ ജംഗ്ഷൻ ഫോർവേഡും. അപ്പൊ ഇങ്ങനെ 4 രീതിയിലാണ് ബയാസ് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ശരിക്കും മ്യൂട്ട് അല്ലെങ്കിൽ ഇൻവേർട്ട് ഓപ്ഷൻ എന്നാണ് വിളിക്കുന്നത്, ഇൻവേർട്ട്. അപ്പൊ ഇത്രയാണ് ട്രാൻസിസ്റ്ററിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ. അതിൽ ആക്റ്റീവ് മോഡ് എന്ന് പറയുന്നതാണ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്നത്. ഈ സാച്ചുറേഷൻ കട്ട് ഓഫ്, അതായത് 2 ട്രാൻസിസ്റ്ററും ഓൺ കണ്ടീഷൻ അല്ലെങ്കിൽ 2 ട്രാൻസിസ്റ്ററും ഓഫ് കണ്ടീഷൻ. അപ്പൊ ഓൺ ഓഫ് കണ്ടീഷൻ ആണ് നമ്മൾ സ്വിച്ചിങ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ ഇൻവേർട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മ്യൂട്ട് ഓപ്പറേഷൻ ഒക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആപ്ലിക്കേഷൻ വൈസ് ചോദിക്കുവാണെങ്കിൽ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആക്റ്റീവ് മോഡിലാണ്. ആക്റ്റീവ് മോഡിൽ ഇതും ചോദിക്കാം, ഒരു ജംഗ്ഷൻ ഫോർവേഡും അടുത്ത ജംഗ്ഷൻ, അത് ഏത് ജംഗ്ഷനാണ്, എമിറ്റർ ജംഗ്ഷൻ ഫോർവേഡും
കളക്ടർ ജംഗ്ഷൻ റിവേഴ്സും ആണ്. ഇതും കൂടെ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ രണ്ടും ഫോർവേഡ് ആണെങ്കിൽ അത് സാച്ചുറേഷൻ ആണ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സാച്ചുറേഷൻ കട്ട് ഓഫ് റീജിയനെയാണ് സ്വിച്ചിങ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു ട്രാൻസിസ്റ്ററിന്റെ ബേസിക് കാര്യമാണ്. ആൽഫ ബീറ്റ റിലേഷൻ ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ ഏത് മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്, എങ്ങനെയാണ് അതിനെ ബയാസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എമിറ്റർ ഫോളോവർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ഒരു പേര് എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ആൻസർ അറിയാമോ? എമിറ്റർ ഫോളോവർ ചിലപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതുകൊണ്ട് ആൻസർ നമുക്കറിയാം. എമിറ്റർ ഫോളോവർ ഇസ് യൂസ്ഡ് ഫോർ കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ഇംപെഡൻസ് മാച്ചിങ്, നൺ ഓഫ് ദി അബോവ്. ആൻസർ പറയാവോ? ഗസ് ചെയ്യാവോ? അല്ലെങ്കിൽ അറിയാമെങ്കിൽ പറയാം. സാറേ വോൾട്ടേജ് ഗെയിൻ അല്ലേ? അല്ലല്ല, എമിറ്റർ ഫോളോവർ അതല്ല, ഇംപെഡൻസ് മാച്ചിങ് ആണ്. ഇംപെഡൻസ് മാച്ചിങ്ങിനാണ് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. നമ്മൾ 3 കോൺഫിഗറേഷൻസ് പഠിക്കുന്നുണ്ട് ശരിക്കും. കോമൺ എമിറ്റർ, കോമൺ ബേസ് ആൻഡ് കോമൺ കളക്ടർ. ഈ ഒരു കോൺഫിഗറേഷന്റെ ഒരു കമ്പാരിസൺ എപ്പോഴും പഠിച്ചു വെക്കണം. അത് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ് എമിറ്റർ ഫോളോവറിൽ യൂസ് ചെയ്യുന്നത്. അപ്പം എമിറ്റർ ഫോളോവർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് ഈ ഒരു കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ ഒരു ചാർട്ട്, ഇതിന്റെ ഒരു ചാർട്ട് എപ്പോഴും പഠിച്ചിട്ട് പോകണം എക്സാമിന്. ട്രാൻസിസ്റ്ററിന്റെ പോർഷനിൽ വരുന്നതാണ്. ഒരു ട്രാൻസിസ്റ്ററിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാം, അതിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ബയാസിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, അത് വെച്ചിട്ട് ഈ കോൺഫിഗറേഷൻ. ഇതിനകത്ത് നമ്മൾ ആൽഫ ബീറ്റ ഗാമ, ഇതിന്റെ ഇൻപുട്ട് ഏതാണ്, ഔട്ട്പുട്ട് ഏതാണ്, ഇങ്ങനെ ഒരു കമ്പാരിസൺ എപ്പോഴും അറിഞ്ഞിരിക്കണം നമ്മൾ ഈ ഒരു സെഷനിൽ നിന്ന്. അപ്പോ ഇത് ഇംപെഡൻസ് മാച്ചിങ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു കമ്പാരിസൺ ചാർട്ട്. കോമൺ ബേസ്, കോമൺ എമിറ്റർ ആൻഡ് കോമൺ കളക്ടർ. അതിൽ കോമൺ കളക്ടർ എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ എമിറ്റർ ഫോളോവർ. അതിന്റെ ആപ്ലിക്കേഷൻ പറയുന്നത് ഇംപെഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ആംപ്ലിഫിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞ വോൾട്ടേജ് ആംപ്ലിഫയർ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോമൺ എമിറ്റർ ആണ്, ഓഡിയോ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ദെൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ. അപ്പം അതിനകത്ത് വോൾട്ടേജ് ഗെയിൻ എന്നുള്ള ഓപ്ഷൻ കോമൺ എമിറ്റർ വന്നിരുന്നെങ്കിൽ അത് ശരിയായേനെ. പക്ഷെ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത് കോമൺ കളക്ടർ അല്ലെങ്കിൽ നമ്മുടെ എമിറ്റർ ഫോളോവർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നത് അതിനെയാണ്. അപ്പൊ ഇംപെഡൻസ് മാച്ചിങ് ആണ്. ഇനി കോമൺ ബേസിനകത്ത് ഏതാണ് ഇൻപുട്ട് ടെർമിനൽ? കോമൺ ബേസ് എന്ന് പറയുമ്പോൾ ബേസ് കോമൺ ആണ്. അവിടുത്തെ ഇൻപുട്ട് ടെർമിനൽ എന്ന് പറയുന്നത് എമിറ്റർ ആണ്, ഔട്ട്പുട്ട് കളക്ടറുമാണ്. ഇനി കോമൺ എമിറ്ററിലേക്ക് വരുവാണെങ്കിൽ എമിറ്റർ കോമൺ ടെർമിനലാണ്. അപ്പൊ അവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് ബേസും ഔട്ട്പുട്ട് കളക്ടറുമാണ്. ഇതിന്റെ രണ്ടിന്റെയും ഔട്ട്പുട്ട് കളക്ടറാണ്. അങ്ങനെയും നമുക്കത് ഓർത്ത് വെക്കാം. അപ്പം ഇതിന്റെ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ആണ് നമ്മൾ ആൽഫ എന്ന് പറഞ്ഞ് പഠിച്ചത്. ഇനി കോമൺ എമിറ്ററിന്റെ ആണ് ബീറ്റ എന്ന് പഠിക്കുന്നത്. ഗാമ എന്ന് പറയുന്നത് കോമൺ കളക്ടറിന്റെയാണ്. ഈ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ആൽഫയുടെ വാല്യൂ <1 ആണ്. ബീറ്റയുടെ വാല്യൂ ഒരു 500 വരെയൊക്കെ പോവാം. 150 to 500 ആ റേഞ്ചിലൊക്കെ പോകുന്ന വാല്യൂ ആണ് ബീറ്റ. ഗാമ എന്ന് പറയുന്നത് ബീറ്റ +1 ആണ്. അപ്പൊ ഹയസ്റ്റ് കറണ്ട് ഗെയിൻ ഉള്ളത് നമ്മുടെ ഗാമയ്ക്കാണ്. ഗാമയ്ക്കാണ് ഏറ്റവും ഹയസ്റ്റ് കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ. സോ അങ്ങനെ ഇതിന്റെ കറണ്ട് ഗെയിൻ ഏറ്റവും കൂടുതലുള്ളത് അതാണ് ഹൈ. യൂണിറ്റി ആണ് ആൽഫയുടെ വാല്യൂ, ബീറ്റ ഹൈ ആണ്. അപ്പൊ അങ്ങനെ കുറച്ച് കമ്പാരിസൺ. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഏതിനാണ് ലോ, ഏതിനാണ് ഹൈ. ഇംപെഡൻസ് മാച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. കോമൺ കളക്ടറിന്റെ റീസൺ അതാണ്. ഇംപെഡൻസ് മാച്ചിങ്ങിന് കോമൺ കളക്ടറിനെ യൂസ് ചെയ്യാം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്. അതാണ് അതിന്റെ റീസൺ. ഈ ഒരു ഫീച്ചർ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അതിനെ ഒരു ഇംപെഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്നത്, കോമൺ കളക്ടറിനെ. ദെൻ അപ്പൊ ഈ ഒരു ചാർട്ട് അറിഞ്ഞിരിക്കണം. ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഐഡന്റിഫൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻപുട്ട് എമിറ്ററും ഔട്ട്പുട്ട് കളക്ടറുമാണ്. അപ്പൊ ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും ഒക്കെ ഈസി ആയിട്ട് മെഷർ ചെയ്യാം. ഇൻപുട്ട് കറണ്ടും ഔട്ട്പുട്ട് കറണ്ടും അറിയാമെങ്കിൽ നമുക്ക് ആ കറണ്ടിന്റെ റേഷ്യോ ആണ് ആൽഫ. അതേപോലെ തന്നെ ബീറ്റ. ബീറ്റ എന്ന് പറയുന്നത് കോമൺ എമിറ്ററിന്റെ ഔട്ട്പുട്ട് കറണ്ട് ബൈ ഇൻപുട്ട് കറണ്ട് ആണ്. രണ്ടിന്റെയും ഔട്ട്പുട്ട് കളക്ടറാണ്. അപ്പൊ ഐ സി ആണ്. ഇൻപുട്ട് എന്ന് പറയുന്നത് മാറും. കോമൺ അല്ലാത്ത ടെർമിനലാണ് ഇൻപുട്ട്. അപ്പൊ ആ രീതിയിൽ അത് പഠിച്ചു വെക്കാവുന്നേ ഉള്ളൂ. അതുപോലെ ഗാമയ്ക്കാണ് ഹയസ്റ്റ് കറണ്ട് ഗെയിൻ ഉള്ളത്.
അപ്പോൾ ഈ ആപ്ലിക്കേഷനും കൂടെ നോക്കണം. വോൾട്ടേജ് ഗെയിൻ ഏറ്റവും കുറവാണ് കോമൺ കളക്ടർ എന്ന്. അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കോമൺ കളക്ടർ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പൊ അത് വോൾട്ടേജ് ഗെയിൻ കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത് എമിറ്ററിനാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് വോൾട്ടേജ് ഓഡിയോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഒക്കെ നമ്മൾ കോമൺ എമിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പൊ എമിറ്റർ ഫോളോവർ സർക്യൂട്ടിന്റെ ആൻസർ ഇംപിഡൻസ് മാച്ചിങ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്തത് നമ്മുടെ ഓസിലേറ്റർ, ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഓസിലേറ്റർ സെക്ഷൻ ആണ്. സോ LC oscillators, which among the following does not belong to the category of LC oscillators? ഏതാണെന്ന് പറയാമോ? അത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. LC ഓസിലേറ്റേഴ്സ് ഉണ്ട്, RC ഓസിലേറ്റേഴ്സ് ഉണ്ട്. അപ്പോ ഇതിനകത്ത് ഏതാണ് LC ഓസിലേറ്റേഴ്സ് അല്ലാത്തത്? ഹാർട്ട്ലി, കോൾപിറ്റ്, ക്രിസ്റ്റൽ, നൺ ഓഫ് ദി അബോവ്. ഇതിന്റെ ആൻസർ അറിയാമോ? Which among the following does not belong to the category of LC oscillators? അറിയാമെങ്കിൽ പറയാം. അപ്പോ ഞാൻ അതിന്റെ ഒരു ചാർട്ട് പറയാം. RC ഓസിലേറ്റേഴ്സ്, LC ഓസിലേറ്റേഴ്സ്, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ്, ഇങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഈ RC ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീൻ ബ്രിഡ്ജ്, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ഇതൊക്കെയാണ് RCയിൽ വരുന്നത്. അതായത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിന്റെ ഫീഡ്ബാക്കിൽ യൂസ് ചെയ്യുന്നത്. ഒരു ഓസിലേറ്റർ എന്ന് പറയുന്നതിനകത്ത് ആംപ്ലിഫയർ ഉണ്ട്, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട്, ഒരു ബീറ്റ, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ഈ ഫീഡ്ബാക്കിൽ യൂസ് ചെയ്യുന്ന കമ്പോണൻസ്, ഇത് ആറും സിയും എല്ലും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ആറും സിയും വെച്ചിട്ടുള്ളതിനെയാണ് RC ഓസിലേറ്റേഴ്സ്, എല്ലും സിയും വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ LC ഓസിലേറ്റർ. അപ്പൊ ഫീഡ്ബാക്കിൽ യൂസ് ചെയ്യുന്ന എലമെന്റ്സ് ഡിഫറെന്റ് ആയിരിക്കും. അത് വെച്ചിട്ടാണ് ഫ്രീക്വൻസി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഈ ആറും സിയും എല്ലും സിയും ഒക്കെയാണ്. അപ്പൊ ഫീഡ്ബാക്ക് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ RC ഓസിലേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് വീൻ ബ്രിഡ്ജും ഫേസ് ഷിഫ്റ്റും. അതിന്റെ കമ്പാരിസണും പഠിച്ചു വെക്കണം. വീൻ ബ്രിഡ്ജും RC ഫേസ് ഷിഫ്റ്റും തമ്മിലുള്ള വ്യത്യാസം, അതും രണ്ടും ലോ ഫ്രീക്വൻസി ആണ്, ഏതാണ് ബെറ്റർ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ LC ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഹാർട്ട്ലി, കോൾപിറ്റ്, ക്ലാമ്പ്, ഇത് മൂന്നുമാണ് LC ഓസിലേറ്റേഴ്സ്. ദെൻ ഇത് കൂടാതെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേബിൾ ഓസിലേറ്റർ ഉണ്ട്, അതാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പം അത് കൂടുതലും ചോദിക്കുന്നത് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ഏതാണ്? അത് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. അപ്പം ഇതാണ് ഇതിന്റെ ഒരു കമ്പാരിസൺ. ഏതൊക്കെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന ഏതാണ്, ലോ ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കുന്ന ഏതാണ്? RF ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ LC ഓസിലേറ്റേഴ്സ് ആണ്. അതേപോലെ ക്രിസ്റ്റലും ഹൈ ഫ്രീക്വൻസീസിൽ യൂസ് ചെയ്യുന്നതാണ്. ലോ ഫ്രീക്വൻസീസിൽ ഉപയോഗിക്കുന്നതാണ് RC ഓസിലേറ്റേഴ്സ്. അതിന്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഒക്കെ 4 ആണ്. ഹൈ ഫ്രീക്വൻസി രണ്ടിന്റെയും നമുക്ക് RC LC ഒക്കെ സ്റ്റെബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് ക്രിസ്റ്റലിന് തന്നെയാണ്. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് പറയുന്നുണ്ട്, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ക്രിസ്റ്റൽ ക്ലോക്ക്, സിന്തസൈസർ, ഇങ്ങനെ വരുന്ന സ്റ്റെബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സിന്റെ ആപ്ലിക്കേഷനകത്ത് വരുന്നത്. അപ്പൊ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസ് ആണ് LC ഓസിലേറ്റേഴ്സിനകത്ത് വരുന്നത്. ലോ ഫ്രീക്വൻസി ജനറേറ്റേഴ്സ്, സിഗ്നൽ ജനറേറ്റേഴ്സിനകത്ത് ഉപയോഗിക്കുന്നതാണ് വീൻ ബ്രിഡ്ജ്, RC ഒക്കെ, RC ഫേസ് ഷിഫ്റ്റ് ഒക്കെ. അപ്പൊ ഈ ഒരു കമ്പാരിസൺ, ഓസിലേറ്റേഴ്സിന്റെ ഒരു കമ്പാരിസൺ. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ, ബാർകോസൻ ക്രൈറ്റീരിയ. ബാർകോസിംഗ് ക്രൈറ്റീരിയ എന്ന് പറയുന്ന ഒരു വർക്കിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടോട്ടൽ ലൂപ്പ് ഗെയിൻ A ബീറ്റ 1 ആയിരിക്കണം. അതുപോലെ ആംഗിൾ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി 180 360 ഡിഗ്രി ആയിരിക്കണം. 0 ഡിഗ്രി ഓർ മൾട്ടിപ്പിൾസ് ഓഫ് 2π. ആ ഒരു കണ്ടീഷൻസ് അതിനെ നമ്മൾ ബാർകോസൻ ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്. അതൊക്കെ ഓസിലേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് JFET, നമ്മള് JFET, MOSFET അല്ലെങ്കിൽ FET എന്ന് പറയുന്നത്. BJT ആണ് നമ്മുടെ ബേസിക് ട്രാൻസിസ്റ്റേഴ്സ്. FET റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The channel of a JFET is between input and output, gate and drain, gate and source, drain and source. ഇതിന്റെ ആൻസർ അറിയാമോ? JFET-ന്റെ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ എന്നാണ് JFET-നെ പറയുന്നത്.
അപ്പൊ അതിന്റെ ഒരു ചോദ്യമാണ് ചാനൽ, ഒരു എൻ ചാനൽ ജെഫെറ്റ് അല്ലെങ്കിൽ ഒരു ടി ചാനൽ ജെഫെറ്റ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ അതിനകത്ത് ചാനൽ എവിടാണ് ഫോം ചെയ്യുന്നത്, അതാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ അറിയാമോ? ഹലോ, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ആണോ, അതോ ഗേറ്റ് ആൻഡ് ഡ്രെയിൻ ആണോ, ഗേറ്റ് ആൻഡ് സോഴ്സ് ആണോ, ഡ്രെയിൻ ആൻഡ് സോഴ്സ് ആണോ? അപ്പൊ ശരിക്കും ഇതിനകത്തുള്ള ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് അറിയണം, ഒരു ജെഫെറ്റിന്റെ ടെർമിനൽസ്. അപ്പൊ നമ്മളൊരു എൻ ചാനൽ ജെഫെറ്റ് ആണ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് ചൂസ് ചെയ്യുന്നത് ഒരു എൻ സബ്സ്ട്രേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു സെൻ സെമി കണ്ടക്ടേഴ്സ് ആണ്. അതിന്റെ ഒരു എൻഡ് ആണ് നമ്മൾ അതിന്റെ സോഴ്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്, അടുത്ത എൻഡ് ഡ്രെയിൻ ആണ്. ദെൻ ഈ ഒരു സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും ഫോം ചെയ്തേക്കുന്ന ആ ഒരു എൻ സെമി കണ്ടക്ടറിൽ തന്നെ ഒരു ഹെവിലി ഡോപ്ഡ് ആയിട്ടുള്ള പി റീജിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഈ എൻ എന്ന് പറയുന്ന സെമി കണ്ടക്ടറിൽ തന്നെയാണ് നമ്മൾ പി എന്ന് പറയുന്ന രണ്ട് റീജിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ പി റീജിയൻസ് ആണ് നമ്മുടെ ഗേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ മൂന്ന് ടെർമിനൽസ് എന്ന് പറയുന്നത് ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ. അതേപോലെ FET എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസും ആണ്. നമ്മൾ ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ടാണ് കറണ്ട് ഫ്ലോ ഒക്കെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സോഴ്സും ഡ്രെയിനും ഇടയ്ക്കുള്ള ഈ പാത്ത് ആണ് ഇവിടുത്തെ ചാനൽ എന്ന് പറയുന്നത്, സോഴ്സ് ടു ഡ്രെയിൻ. അപ്പൊ ഇവിടെ ചാനൽ ഫോം ചെയ്യുന്ന റീജിയൻ എന്ന് പറയുന്നത് ഡ്രെയിനിനും സോഴ്സിനും ഇടയ്ക്കാണ്. അല്ലാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഗേറ്റും സോഴ്സും അല്ല, ഡ്രെയിൻ ആൻഡ് സോഴ്സ് ആണ് ആൻസർ. സോഴ്സ് ടു ഡ്രെയിൻ. ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ എൻ ചാനൽ ആയതുകൊണ്ട് ഇലക്ട്രോൺസ് ആയിരിക്കും സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്ക് പോകുന്നത്. അപ്പൊ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ആ പാത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് വിളിക്കുന്നത്. വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നത് നമ്മളിത് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള കാരിയേഴ്സിന്റെ ഫ്ലോയെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് ഗേറ്റിൽ കൊടുക്കുന്ന വോൾട്ടേജ് വെച്ചിട്ടാണ്. അപ്പൊ ഇതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് കൂടിയാണ്. FET ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ FET എന്ന് പറയുന്നത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്, BJT എന്ന് പറയുന്നത് ഒരു കറണ്ട് കൺട്രോൾ ഡിവൈസ് ആണ്. അപ്പൊ നമുക്ക് വീണ്ടും FET വരുമ്പോൾ നമ്മൾ അതിന്റെ ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. FET-യും BJT-യും തമ്മിലുള്ള കമ്പാരിസൺ. FET എന്താണ്, BJT എന്താണ്, ഇതിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണ്, ഇതിന്റെ ടെർമിനൽസ് ഏതൊക്കെയാണ്, നോയ്സ് എവിടാണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് ഏറ്റവും കൂടുതലുള്ളത് FET-ക്കാണ്. BJT-യെ കാട്ടി കൂടുതൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഉള്ളത് FET-ക്കാണ്. നോയ്സ് ഇമ്മ്യൂണിറ്റി ഉള്ളതും FET-ക്കാണ്. അതായത് നോയ്സ് കുറവായിരിക്കും FET-ക്കകത്ത്. അപ്പൊ FET കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് കൂടിയ ഒരെണ്ണമാണ്. അപ്പൊ അതിൽ തന്നെ JFET ആണ് നമുക്ക് ചോദിക്കുന്നത്. അതുപോലെ തന്നെ മോസ്ഫെറ്റ്. JFET എന്ന് വെച്ചാൽ ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. അപ്പൊ ഇവിടെ ചാനൽ ഫോം ചെയ്യുന്നത് ഡ്രെയിനിനും സോഴ്സിനും അക്രോസ് ആണ്. അപ്പൊ അതും നമ്മൾ പഠിക്കണം. ദെൻ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മോസ്ഫെറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയാനാണ്. അതായത് മോസ്ഫെറ്റിന്റെ ഫീച്ചേഴ്സ് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJT, FET അല്ലെങ്കിൽ JFET-ഉം മോസ്ഫെറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എഴുതാവുന്നേ ഉള്ളൂ. ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? മോസ്ഫെറ്റ് ഈസ് യൂണിപോളാർ വോൾട്ടേജ് കൺട്രോൾഡ് ടു ടെർമിനൽ ഡിവൈസ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്, അത് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് മോസ്ഫെറ്റ് ബൈപോളാർ ആണ്, കറണ്ട് കൺട്രോൾഡ് ആണ്. അല്ല, FET എന്ന് പറയുന്ന എല്ലാം വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അപ്പൊ ആ ഓപ്ഷനും ബിയും തെറ്റാണ്. ദെൻ മോസ്ഫെറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മോസ്ഫെറ്റ് ബൈപോളാറും അല്ല. അപ്പൊ ആ ഓപ്ഷൻ ബി കംപ്ലീറ്റ്ലി തെറ്റാണ്. ടു ടെർമിനലും അല്ല. അപ്പൊ എല്ലാ ഓപ്ഷൻസും അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ മോസ്ഫെറ്റ് ഈസ് യൂണിപോളാർ. കാരണം അതിന് നമ്മൾ മോസ്ഫെറ്റ് തന്നെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എൻ ചാനൽ മോസ്ഫെറ്റ് അല്ലെങ്കിൽ പി ചാനൽ മോസ്ഫെറ്റ് എന്നാണ് പറയുന്നത്. എയ്തർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾസ്, ഇതിന്റെ ടേംസിലാണ് പറയുന്നത്. അപ്പം ഇതൊരു യൂണിപോളാർ ഡിവൈസ് ആണ്. BJT എന്ന് പറയുന്നതാണ് ബൈപോളാർ. FET എപ്പോഴും യൂണിപോളാർ ആണ്. അപ്പം യൂണിപോളാർ ആണ്, വോൾട്ടേജ് കൺട്രോൾഡ് ആണ്, അതുപോലെ തന്നെ ഒരു 3 ടെർമിനൽ ഡിവൈസും ആണ്. ചില കേസസിൽ ഒരു ടെർമിനലിലൂടെ പറയാറുണ്ട്, അതായത് സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ കൂടാതെ അതിന്റെ ബോഡി അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നതും നമ്മളൊരു ടെർമിനലായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം യൂഷ്വലി 3 ടെർമിനൽ ഡിവൈസ് ആണ് മോസ്ഫെറ്റ് എന്ന് പറയുന്നത്. യൂണിപോളാർ, വോൾട്ടേജ് കൺട്രോൾഡ് ആണ്, 3 ടെർമിനൽ ഡിവൈസ് ആണ്. 3 ടെർമിനൽസ് FET-ക്കകത്ത് പറഞ്ഞ പോലെ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ, ഇത് 3 ആണ് അതിന്റെ ടെർമിനൽസ്. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഒരിക്കലും അത് ബൈപോളാർ അല്ല.
കറണ്ട് കൺട്രോൾ അല്ല. സോ ഓപ്ഷൻ സി ആണ് ഇതിനകത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 14th question. What are the working regions of a uni-junction transistor? ഇത് അറിയാമോ? ഇത് നമ്മൾ പഠിക്കുന്നത് SCR, ട്രയാക്ക്, ഡയാക്ക്, UJT ഇങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സ്ട്രക്ചറും അതിന്റെ വർക്കിംഗ് റീജിയൻസും അറിഞ്ഞിരിക്കണം. അപ്പം ഇതിന്റെ ആൻസർ അറിയാവും. What are the working regions of a uni-junction transistor? അപ്പൊ ഇതിൽ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും, ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമ്മളൊരു ടോപ്പിക്ക് സിലബസിൽ കൊടുത്തേക്കുന്ന എടുത്ത് ജസ്റ്റ് ഒന്ന് ഒരു ബുക്കിനകത്ത് സെർച്ച് ചെയ്താൽ നമുക്ക് ആദ്യം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഇത് പലതും പല എക്സാംസിനും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുമാണ്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ പല എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ ഒന്നും പുതിയതായിട്ടുള്ളതല്ല. അപ്പോൾ ഇതിന്റെ ആൻസർ പറയാമോ? വാട്ട് ആർ ദ വർക്കിംഗ് റീജിയൻസ് ഓഫ് എ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ? നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണോ, സാച്ചുറേഷൻ റീജിയൻ ആണോ, ലീനിയർ റീജിയൻ ആണോ, കട്ട് ഓഫ് റീജിയൻ ആണോ? ഏതാണ്? ആ ഓപ്ഷനിൽ തന്നെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണത്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ഇതായിരിക്കും എന്നുള്ളൊരു വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ആർ ദ വർക്കിംഗ് റീജിയൻസ്? സാച്ചുറേഷൻ ഒന്നും നമ്മൾ UJTയുടെ കേസിൽ കേട്ടിട്ടില്ല. അപ്പൊ ഏത് റീജിയൻ ആണ് പറയാമോ? കട്ട് ഓഫ് റീജിയനിൽ അത് ഓപ്പറേറ്റ് ചെയ്യില്ല, അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ് അതിന്റെ ആൻസർ. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ട്രാൻസിസ്റ്റർ ആണ്, അല്ലെങ്കിൽ ഒരു യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ് നമ്മുടെ യൂണി ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ ഒരു ട്രാൻസിസ്റ്ററിന്റെ കേസ് പറഞ്ഞു. അല്ലെങ്കിൽ എത്ര ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ 2 എന്ന് പറഞ്ഞു. ഇവിടെ ഒരു PN ജംഗ്ഷൻ ഉള്ളൂ ഇതിനകത്ത്. ശരിക്കും ഒരു ഡയോഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രം ഒക്കെ വരയ്ക്കുമ്പോൾ ഒരു ഡയോഡും 2 റെസിസ്റ്റൻസും വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ആണ് അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു PN ജംഗ്ഷനും പിന്നെ അതിനകത്ത് 2 ബേസ് റെസിസ്റ്റൻസും 2 ബേസ് ടെർമിനലും V1 V2 2 ടെർമിനൽസ്, ഒരു എമിറ്ററും ഒക്കെ ഉള്ള ഒരു സർക്യൂട്ട് ആണ് ശരിക്കും യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിന്റെ. അതിന്റെ ടെർമിനൽസും അങ്ങനെയാണ് പറയുന്നത്. 3 ടെർമിനൽസ് ആണ്, 2 ബേസും ഒരു എമിറ്ററും ആണുള്ളത്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ആണ്, ഒറ്റ ജംഗ്ഷനേ ഉള്ളൂ. അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ അതിന്റെ പീക്ക് പോയിന്റ്, വാലി പോയിന്റ്, അങ്ങനെ കുറച്ച് ടേംസ് കൂടെ ഒക്കെ ഉണ്ട്. അതുകൂടെ നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പം ഇതാണ് UJT റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിലബസിലുള്ള ടോപ്പിക്സ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ഇങ്ങനെയുള്ള ബേസിക് ആയിട്ട് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അങ്ങനെയുള്ള ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ്? ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒപ്റ്റോ നമുക്കറിയാം, ലൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ്. അപ്പം അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോട്ടോ ഡയോഡ്സ്, അത് ഒരു ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, നമുക്കറിയാം. ദെൻ LED, ദാറ്റ് ഈസ് ഓൾസോ ഒരു ഫോട്ടോ ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫോട്ടോ റിലേറ്റഡ്, ഫോട്ടോ ഡിറ്റക്ടർ അല്ല, അത് ഫോട്ടോ എമിറ്റിംഗ് ഡയോഡാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. ദെൻ സോളാർ സെൽ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ലൈറ്റുമായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഓൾ ഓഫ് ദി അബവ് ആണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ഇതെല്ലാം കറക്റ്റ് ആണ്. ഫോട്ടോ ഡയോഡ്സും LED, അല്ലെങ്കിൽ ഫോട്ടോ ഡയോഡ്സ് ആണ്, ഫോട്ടോ ഡിറ്റക്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാം. അതെല്ലാം ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഇതും. അതിൽ നമുക്ക് എക്സാമിന് നേരത്തെ പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഇതിനടുത്തത് ഒപ്റ്റോ കപ്ലർ. ഒപ്റ്റോ കപ്ലർ എന്ന് കേൾക്കുമ്പോഴേ അത് എന്തിനാ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ഒപ്റ്റോ കപ്ലറിന്റെ മറ്റൊരു പേര് തന്നെ അതാണ്, ഐസൊലേറ്റർ എന്നാണ് വിളിക്കുന്നത്. ഐസൊലേഷൻ ഉപയോഗിക്കുന്ന സാധനം. ഒപ്റ്റോ കപ്ലർ പ്രൊവൈഡ്സ് ആൻ ഐസൊലേഷൻ ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഐസൊലേഷൻ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ
ഐസൊലേഷന് ഇപ്പൊ ഇതാണ് അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ അതിനകത്ത് ശരിക്കും ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ഉണ്ട്, ഒരു LED ഉണ്ട്. ഇതിപ്പോ ഒരു ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ്. ദെൻ ഒരു ഫോട്ടോ സെൻസർ ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് ഇന്റൻസിറ്റി കുറയുന്നതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ഇൻപുട്ട് എന്ന് പറയുന്നത് AC അല്ലെങ്കിൽ DC സിഗ്നൽസ് ആവാം. ആ ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ശരിക്കും ഇൻപുട്ട് ഔട്ട്പുട്ട് ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്, സെമി കണ്ടക്ടർ സർക്യൂട്ടാണ്, ഡിവൈസ് ആണ് ഒപ്റ്റോ കപ്ലർ. അപ്പൊ ആ പേര് ഓർത്തിരുന്നാൽ മതി. ഒപ്റ്റോ കപ്ലർ എന്ന് പറയുമ്പോൾ ഈ ഒരു പേര് ഒപ്റ്റോ ഐസൊലേറ്റർ എന്ന് കൂടെ പഠിച്ചു വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റും. വർക്കിങ്ങിലേക്കൊന്നും അത്ര പോകേണ്ട കാര്യമില്ല. ആ പേരാണ് ഇമ്പോർട്ടന്റ്. അത് ഒപ്റ്റിക്കൽ ഐസൊലേഷൻ. അപ്പം ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്, സെമി കണ്ടക്ടർ ഡിവൈസ് ആണ് ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാമ്പിംഗ്. അപ്പൊ നമുക്ക് ഡയോഡ്സ് ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ വരുന്ന ഒരു പോർഷൻ ആണ് ക്ലിപ്പിംഗ് ആൻഡ് ക്ലാമ്പിംഗ്. ക്ലിപ്പിംഗും ക്ലാമ്പിംഗ്, വേവ് ഫോം ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് സർക്യൂട്ട്സിനകത്ത്. അപ്പം ഇത് ക്ലാമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണ്? ആൻസർ പറയാം. ക്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലിപ്പ് ചെയ്ത് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഒരു ഹാഫ് സൈക്കിളിന്റെ പോസിറ്റീവ് ഹാഫ് ക്ലിപ്പായി പോകുന്നു. അപ്പൊ ക്ലിപ്ഡ് വേവ് ഫോം നമുക്ക് കണ്ടറിയാം. ഇതാണ്, ഇതൊക്കെ ഒരു ക്ലിപ്ഡ് വേവ് ഫോം ആണ്. പോസിറ്റീവ് ഹാഫ് ക്ലിപ്പ് ചെയ്ത് പോകും, അടുത്ത അല്ലെങ്കിൽ നെഗറ്റീവ് ഹാഫ് ക്ലിപ്പ് ചെയ്ത് പോകും. അത് ക്ലിപ്പിംഗ് പ്രോസസ് ആണ്. അല്ലെങ്കിൽ രണ്ട് സൈഡും ക്ലിപ്പ് ചെയ്ത് പോവാം, ഡബിൾ ക്ലിപ്പർ. അങ്ങനെ ക്ലിപ്പിംഗ് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലാമ്പിംഗും പഠിച്ചിട്ടുണ്ട്. അപ്പൊ ക്ലാമ്പിംഗ് എന്താണ്? It is a process of introducing option A DC level to a DC level, അല്ലെങ്കിൽ DC level to an AC level, അല്ലെങ്കിൽ AC level to DC level, AC level to AC level. എന്താണ് ആൻസർ? പറയാമോ? സാർ ഗസ് ചെയ്തോട്ടെ. ആ, DC ലെവൽ ടു DC ലെവൽ ആണോ, സിഗ്നൽ ആണോ? അല്ല. ഓക്കെ, ശരിക്കും ഇതാണ് സംഭവം. ഇത് നമ്മുടെ ഒരു AC സിഗ്നൽ ആണ്. ഒരു AC സിഗ്നൽ ആണ്. അപ്പോ ഇതിനെ ഇപ്പൊ ഇതിന്റെ DC ലെവൽ ഇവിടെ നിൽക്കുവാണ്. ഇതിനെ ക്ലാമ്പ് ചെയ്യുമ്പോൾ ഞാനൊരു 5 വോൾട്ട് കൊടുത്ത് ക്ലാമ്പ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ലെവല് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വരും. ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ ആണ്. 0 ലെവലിൽ നിന്ന് അതിന്റെ DC ലെവല് 5ലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ശരിക്കും ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് DC ലെവൽ, ആഡിങ് എ DC ലെവൽ ടു ആൻ AC ലെവൽ. ഒരു ഇപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ ഒക്കെ പറയുമ്പോൾ ഇത് ഇങ്ങനെ വേണമെങ്കിൽ പറയാം, 5 + V sin ωt. ഇതൊരു AC സിഗ്നൽ ആണ്. അതിന്റെ കൂടെ ഒരു DC ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഒരു 5 വോൾട്ട് DC ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഒരു 5 വോൾട്ട് പോസിറ്റീവ് ക്ലാമ്പിംഗ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു -5 ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, -5 നെഗറ്റീവ് ക്ലാമ്പിംഗ് ചെയ്യും. അപ്പോൾ DC ലെവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് AC ലെവലിലേക്ക്. അപ്പോൾ ഒരു ലെവൽ DC ലെവൽ ഷിഫ്റ്റർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതാണ് ക്ലാമ്പിംഗ്. ക്ലിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് പോകും, ഏതെങ്കിലും ഒരു ഹാഫ് പോർഷൻ ക്ലിപ്പ് ചെയ്ത് പോകും. അപ്പം അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് ക്ലാമ്പിംഗ് ചെയ്യുന്നത്. ക്ലാമ്പിംഗ് ചെയ്യുന്നത് നമ്മൾ കപ്പാസിറ്റർ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ക്ലിപ്പിങ്ങിന് നമ്മൾ ഡയോഡ്സും റെസിസ്റ്റർ ഒക്കെ വെച്ചിട്ടുള്ള സർക്യൂട്ടാണ്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാനുള്ളതാണ് ക്ലിപ്പിംഗും ക്ലാമ്പിങ്ങും. അപ്പൊ അതിൽ നിന്ന് ഇവർ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ക്ലിപ്പിംഗ് അല്ലെങ്കിൽ വാട്ട് ഈസ് ക്ലാമ്പിംഗ് എന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു സർക്യൂട്ട് വന്നിട്ട് അതിന്റെ പോസിറ്റീവ് ക്ലാമ്പർ ആണോ നെഗറ്റീവ് ക്ലാമ്പർ ആണോ അങ്ങനെയൊന്നും അല്ല ചോദിച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ക്ലാമ്പിംഗ് അത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു DC ലെവലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഒരു AC-ലേക്ക്. അപ്പോൾ അതാണ് നമ്മുടെ ക്ലാമ്പിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് ഏത് മൾട്ടി വൈബ്രേറ്ററിനെയാണ്? നമ്മൾ ഓപ്പാമ്പ് ഒക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് പഠിക്കുന്നതാണ്. ഓപ്പാമ്പ് മാത്രമല്ല, അല്ലാതെ അസ്റ്റേബിളും മോണോസ്റ്റേബിളും ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ പഠിക്കുന്നതാണ്. ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? പറയാമോ? ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിച്ചോണം, അതിന് ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. ഡയാസിങ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇൻപുട്ട് എക്സ്റ്റേണൽ ആയിട്ട് ഒരു സൈൻ വേവ് ഇൻപുട്ടോ അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഇൻപുട്ടോ ഒന്നും കൊടുക്കാതെ ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്.
അപ്പൊ ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ അല്ലെങ്കിൽ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ എന്ന് വിളിക്കാവുന്ന ഒരു മൾട്ടി വൈബ്രേറ്റർ ഏതാണ്? അസ്റ്റേബിൾ ആണോ, മോണോസ്റ്റേബിൾ ആണോ, ബൈസ്റ്റേബിൾ ആണോ? അറിയാമോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇതിൽ മൂന്നില് ഏതാണ് ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ? ഇതില് നമ്മൾ ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്നൊക്കെ വിളിക്കുന്നത് അസ്റ്റേബിളിനെയാണ്. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ഇസ് നോൺ ആസ് എ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ. കാരണം ഇതിന്റെയൊക്കെ ഔട്ട്പുട്ട് സ്ക്വയർ ആണ്. അപ്പൊ അതുകൊണ്ട് സ്ക്വയർ വേവ് ജനറേറ്റ് ചെയ്യുന്ന സർക്യൂട്ട് ഏതാണ്? അങ്ങനെയല്ല ചോദിക്കുന്നത്. ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ, സ്ക്വയർ വേവ് ജനറേറ്റർ എന്നൊക്കെ പറഞ്ഞാലും അസ്റ്റേബിൾ തന്നെയാണ്, ജനറേറ്റർ ആണ്. അതായത് എക്സ്റ്റേണൽ ആയിട്ട് ഒന്നും കൊടുക്കുന്നില്ല. മോണോസ്റ്റേബിളിനകത്തൊക്കെ ആണെങ്കിൽ ഒരു ട്രിഗർ കൊടുക്കുന്നുണ്ട്. ട്രിഗർ പൾസ് കൊടുത്തിട്ടാണ് ആ സ്ക്വയറിനെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അസ്റ്റേബിൾ എന്ന് പറയുന്നത് ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് അസ്റ്റേബിളിനെയാണ്. അപ്പൊ അതിന്റെ ആൻസർ അസ്റ്റേബിൾ ആണ്. ഇനി അതിന്റെ ഒരു കമ്പാരിസൺ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അസ്റ്റേബിളും മോണോസ്റ്റേബിളും ബൈസ്റ്റേബിളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. അപ്പൊ അതിനകത്ത് സ്റ്റേബിൾ എന്ന് വിളിക്കാൻ കാരണം അതിനകത്ത് കോസി സ്റ്റേബിൾ സ്റ്റേറ്റ് ഉള്ളു, അല്ലെങ്കിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് ഇല്ല. ഇങ്ങനെ ഹൈ ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരു ഹൈ സ്റ്റേറ്റ്, ലോ സ്റ്റേറ്റ്, ഇങ്ങനെ പോകുന്ന ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റിംഗ് ഔട്ട്പുട്ട് ആണ് നമുക്ക് കിട്ടുന്നത് അസ്റ്റേബിളിനകത്ത്. അതായത് അതിനകത്ത് സ്റ്റേബിൾ സ്റ്റേറ്റുകൾ ഇല്ല. അതാണ് അസ്റ്റേബിളിന്റെ പ്രത്യേകത. മോണോസ്റ്റേബിളിലാണെങ്കിൽ ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. ഇപ്പം ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. നമ്മളൊരു ട്രിഗർ കൊടുത്തിട്ടാണ്, ഒരു ട്രിഗർ പൾസ് കൊടുത്തിട്ടാണ് അതിനെ ഹൈ സ്റ്റേറ്റിൽ നിന്നും അല്ലെങ്കിൽ ലോ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ ലോ സ്റ്റേറ്റിൽ നിന്നും ഹൈ സ്റ്റേറ്റിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ട്രിഗർ പൾസ് കൊടുക്കണം. എക്സ്റ്റേണൽ ആയിട്ട് ട്രിഗർ കൊടുത്ത് വേണം ലോയിൽ നിന്ന് ഹൈയിലേക്ക്. അപ്പൊ അതിനകത്ത് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ആണ് ഉള്ളത്. അതിനാണ് മോണോ എന്ന് വിളിക്കുന്നത്, മോണോ സ്റ്റേബിൾ. ബൈ സ്റ്റേബിൾ മീൻസ് അതിനകത്ത് രണ്ട് സ്റ്റേബിൾ സ്റ്റേറ്റുകളുണ്ട്. അതായത് ഒരു ബൈ സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അതിനകത്ത് ഒരിക്കലും കോസി സ്റ്റേബിൾ സ്റ്റേറ്റുകൾ കാണില്ല. അപ്പം ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് അതുപോലെ ട്രിഗറിങ് ആവശ്യമില്ലാത്തത് ഫ്രീ റണ്ണിങ് ഓസിലേറ്ററിനാണ്. ട്രിഗറിങ് വേണ്ട, പക്ഷെ ട്രിഗറിങ് വേണ്ടുന്നതാണ് ബാക്കി രണ്ടും. പിന്നെ അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഫ്ലിപ്പ് ഫ്ലോപ്പിലൊക്കെ യൂസ് ചെയ്യുന്ന ബൈസ്റ്റേബിൾ ആണ്, ടൈമറിൽ യൂസ് ചെയ്യുന്ന മോണോസ്റ്റേബിൾ ആണ്. ജനറേറ്റർ ആയിട്ട് ഈ സ്ക്വയർ വേവ്, റെക്ടാങ്കുലർ ഇതുപോലുള്ള വേവ് ജനറേറ്റ് ചെയ്യാൻ നമ്മൾ അസ്റ്റേബിൾ ഉപയോഗിക്കാറുണ്ട്. അസ്റ്റേബിൾ ഒരു സ്ക്വയർ വേവ്, ഒരു റാമ്പ് ജനറേറ്റർ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ജനറേഷൻ, ഇതിനൊക്കെ നമ്മൾ അസ്റ്റേബിൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് കാരണം അതൊരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ആണ്. ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിന് ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സർക്യൂട്ടിൽ അസ്റ്റേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഓസിലേറ്റർ എന്നുള്ള കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി, ഇത് കുറെ ആൻസർ ചെയ്യാൻ പറ്റും. പിന്നീട് കമ്പാരിസണിലൂടെ അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഓപ്പാമ്പിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓപ്പാമ്പ് ക്യാൻ ആംപ്ലിഫൈ. ഓപ്പാമ്പ് മീൻസ് ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. ഒരു ഓപ്പാമ്പ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ ഓപ്പാമ്പിന്റെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് റോഹിത് ചൗധരി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പൊ അതില് അതിന്റെ ഓപ്പാമ്പ് എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ തന്നെ വായിച്ചു നോക്കുവാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അതിനകത്ത് കിട്ടും. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും, മിക്ക ക്വസ്റ്റ്യൻസും ഏറ്റവും ബേസിക് ആയിട്ടുള്ള രീതിയിലാണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് സിലബസ് വെച്ച് കവർ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പം ഓപ്പാമ്പ് ക്യാൻ ആംപ്ലിഫൈ DC signals only, AC signals only, both DC and AC signals. ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ അറിയാമോ? DC മാത്രമാണോ, AC മാത്രമാണോ, അതോ DCയും AC ഉണ്ടോ? അതല്ല, none of the above. എന്താണ് ആൻസർ? ഓപ്പാമ്പ് എന്ന് പറയുമ്പോൾ ഓപ്പറേഷണൽ ആംപ്ലിഫയർ ആണ്. എന്താണ് ആൻസർ? സാറേ നമ്മൾ പുസ്തകമായിട്ട് ടച്ച് ഇല്ല, അപ്പൊ അതുകൊണ്ട് നമ്മള് ഇല്ല. ഓക്കെ ഓക്കെ, വർഷങ്ങളായില്ല. അപ്പൊ ഓപ്പാമ്പിനെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. കാരണം ഓപ്പാമ്പ് എന്ന് പറയുന്ന ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ ഐഡിയൽ പാരാമീറ്റേഴ്സ് ആണ്. ഓപ്പാമ്പിന്റെ ഐഡിയൽ പാരാമീറ്റേഴ്സ്, അതിൽ നിന്നൊക്കെയാണ് കൂടുതലും ചോദിക്കുന്നത്. അതിൽ ഐഡിയൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പൺ ലൂപ്പ് ഗെയിൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അതുപോലെ തന്നെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഓഫ് ആൻ ഓപ്പാമ്പ് എന്ന് പറയുന്നത് ലോ ആണ്, അല്ലെങ്കിൽ 0 എന്ന് പറയും ഐഡിയലി.
അതേപോലെ ബാൻഡ് വിഡ്ത്ത് ഇൻഫിനിറ്റി ആണ്. മിക്ക കാര്യങ്ങളും ഓപ്പാമ്പിന് വളരെ കൂടുതലാണ്, വളരെ ഹൈ ആണ്. പിന്നെ ഒരു ടേം ഉണ്ട് CMRR എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, അത് ഇൻഫിനിറ്റി ആണ്, ഹൈ ആണ്. സ്ലീവ് റേറ്റ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്, ഇത് ഹൈ ആണ്. അപ്പൊ ഈ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയെങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് അതിന്റെ കൂട്ടത്തിൽ പഠിച്ചാൽ മതി. ഇപ്പൊ CMRR എന്താണ്, സ്ലീവ് റേറ്റ് എന്താണ്, അപ്പൊ അത്രയും ഓപ്പാമ്പിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഒരു ഓപ്പാമ്പ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓപ്ഷൻ സി ആണ് ആൻസർ. ബോത്ത് DC-ക്കും AC-യും ആംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ ഓപ്പാമ്പ് ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആംപ്ലിഫയർ ആണ്. കാരണം അതിനകത്ത് നമ്മൾ സമ്മിങ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആഡർ സബ്ട്രാക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇന്റഗ്രേറ്റർ, ഡിഫറൻഷിയേറ്റർ, ഇങ്ങനെയുള്ള എല്ലാ പർപ്പസിനും നമുക്ക് ഓപ്പാമ്പ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഐഡിയൽ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിനകത്ത് വരുന്നതാണ് CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്ലീവ് റേറ്റ്, ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതില് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ പുസ്തകം വരുന്ന ഫസ്റ്റ് ഒരു ടൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇത് എന്തിനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എന്തിനെയൊക്കെ ആംപ്ലിഫൈ ചെയ്യാന്നുള്ളത്, ബോത്ത് DC ആൻഡ് AC സിഗ്നൽസ്. അപ്പൊ ഓപ്പാമ്പിന് നല്ലൊരു ടെക്സ്റ്റ് ബുക്ക് ആണ് ഈ രോഹിത് ചൗധരി എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക്. വളരെ സിമ്പിൾ ആയിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ബേസിക് കാര്യങ്ങളെല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുക. ഓപ്പാമ്പിൽ നിന്ന് നല്ല 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. ബേസിക് ആയിട്ട് ഡയോഡ് ട്രാൻസിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ഈ ഞാനിപ്പം പറഞ്ഞിട്ടുള്ള 19 ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഒരുപാട് ടഫായിട്ടല്ല അവർ ചോദിച്ചിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഓപ്പാമ്പ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CMRR-ഉമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇങ്ങനെയാണ് CMRR പറയുന്നത്, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. ഇത് ഓപ്പാമ്പിന്റെ ഒരു പാരാമീറ്റർ ആണ്, റേഷ്യോ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് AD/AC എന്നാണ്. AD എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ ഗെയിൻ ആണ്. ഡിഫറൻഷ്യൽ ഗെയിനും AC എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിനുമാണ്. അപ്പം എന്താണ് CMRR എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു ആൻസർ ആണ് ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് ഗെയിൻ. ഐഡിയലി ഈ CMRR-ന്റെ വാല്യൂ അത് ലോഗിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ശരിക്കും 20 ലോഗ് AD/AC എന്നാണ് നമ്മൾ പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഗെയിൻ ബൈ കോമൺ മോഡ് AD/AC എന്ന് പറയാം. ഡെസിബിൾ ആണ് അതിന്റെ എക്സ്പ്രസ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ 20 ലോഗ് ഇട്ട് പറയും. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ, ബേസിക് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ CMRR എന്ന് പറയുന്ന വാല്യൂ ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞു, ഹൈ ആണ്. അപ്പൊ അങ്ങനെ ഇൻഫിനിറ്റി ആവണമെങ്കിൽ, ഐഡിയലി അത് ഇൻഫിനിറ്റി ആവണമെങ്കിൽ എപ്പോഴും കോമൺ മോഡ് ഗെയിൻ എന്തായിരിക്കണം, ലോ ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. ഇനി നമ്പർ ബൈ വാല്യൂ 0 ചെയ്യുമ്പോഴാണല്ലോ ഇൻഫിനിറ്റി വരുന്നത്. അപ്പൊ എപ്പോഴും ഈ കോമൺ മോഡ് ഗെയിൻ 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലോ ആയിരിക്കണം. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ വളരെ ഹൈ ആയിരിക്കണം. അപ്പം ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഓപ്പാമ്പ്, എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കണം. സോ നമ്മുടെ ഓപ്ഷൻ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബി ആണ്. അതായത് എപ്പോഴും കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ ഗെയിൻ. എപ്പോഴും AD എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കണം ഗ്രേറ്റർ ദാൻ AC. AC എപ്പോഴും കുറവാണ്. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഐഡിയലി അത് 0 എന്ന് വിളിക്കാം. എപ്പോഴും കോമൺ മോഡ് ഗെയിൻ അത് 0 ആയിരിക്കണം, അല്ലെങ്കിൽ ലോ ആയിരിക്കണം. അത് ഞാൻ ഈ പറഞ്ഞ പാരാമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ടോപ്പിക് ആണ് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ, കോമൺ മോഡ് ഗെയിൻ, അതേപോലെ തന്നെ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, CMRR എന്ന് പറയും. അപ്പം അത് എല്ലാം ഇത് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അവര് കുറച്ചുകൂടെ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് ചോദിച്ചിരിക്കുന്നത്. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എങ്ങനെ ആയിരിക്കണം, അത് എപ്പോഴും കുറവായിരിക്കണം, ആ രീതിയിൽ പഠിച്ചു നോക്കുക. ഡിഫറൻഷ്യൽ ഗെയിൻ എപ്പോഴും കൂടുതലായിരിക്കും. ഓക്കെ, ഐഡിയലി AD നമുക്ക് ഹൈയും AC എന്ന് പറയുന്നത് 0 ആയിരിക്കണം, എന്നാലും CMRR ഇൻഫിനിറ്റി ആവുന്നത്. സോ അതാണ് ഓപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് സെയിം വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുന്ന ഓപ്പാമ്പ്. ഇത് ഓപ്പാമ്പിലെ ക്വസ്റ്റ്യൻ ആണ്. ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ഞാൻ ഇവിടെ കാണിക്കാം. ഇതാണ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. അതായത് നമ്മളൊരു ഓപ്പാമ്പ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്, മൈനസ് പ്ലസ്.
ഇനി ഓപ്പാമ്പിനെ നമുക്ക് ഇൻവേർട്ടിംഗ് ആൻഡ് നോൺ ഇൻവേർട്ടിംഗ് രണ്ട് രീതിയിൽ നമുക്ക് ഓപ്പാമ്പിനെ ഒരു ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പൊ ഞാനൊരു ഇതിന്റെ മൈനസ് എന്ന് പറയുന്നതിനെ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നും പ്ലസിനെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് എന്നുമാണ് പറയുന്നത്. അപ്പൊ ഈ മൈനസ് ടെർമിനലിലാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ റെസിസ്റ്റർ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുവാണ് മൈനസ് ടെർമിനൽ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ് ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നത്. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ ഞാൻ ഗ്രൗണ്ട് ചെയ്യുവാണ്. ദെൻ ഇത് ഒരു ഫീഡ്ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ടിൽ നിന്നും ആ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലോട്ട് ഒരു RF എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററും ഇവിടെ R1 എന്ന് പറയുന്ന റെസിസ്റ്ററും. അപ്പൊ ഇതിനെ നമ്മളൊരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്നാണ് വിളിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള ഒരു ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അപ്പൊ അതായത് ഇവിടെ ഞാനൊരു ഇൻപുട്ട് ഒരു സൈൻ വേവ് കൊടുക്കുവാണെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടുന്ന ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് ആയിരിക്കും. പക്ഷെ അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടത് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലാണ്. ഇവിടാണ് ഇൻപുട്ട് കൊടുക്കേണ്ടത്. VI എന്ന് പറയുന്നത് ഇവിടെ കൊടുക്കും. ദെൻ ആ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് കൊടുത്തിട്ട് ഇൻവേർട്ടിംഗ് ടെർമിനൽ അതാണ് മൈനസ് ടെർമിനല് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. ദെൻ ഇവിടെ ഫീഡ്ബാക്ക് ഉണ്ട്. ബാക്കി എല്ലാം സെയിം ആണ്. RF ഇത് Vout. ഇത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇത് നോൺ ഇൻവേർട്ടിംഗ് ആണ്. അതായത് ഈ കൊടുക്കുന്ന ഇൻപുട്ടിന് അനുസരിച്ച് തന്നെ ഇവിടെ ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട് കിട്ടും. ഫേസ് എന്ന് പറയുന്നത് സെയിം ഫേസിലായിരിക്കും. അപ്പം വോൾട്ടേജ് ഫോളോവർ എന്ന് പറയുന്നത് ഒരു നോൺ ഇൻവേർട്ടിംഗ് മോഡിലുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഈ സർക്യൂട്ട് നോക്കിയാൽ മതി. ഈ സർക്യൂട്ടിനെ എനിക്കൊരു വോൾട്ടേജ് ഫോളോവർ ആക്കി മാറ്റാം. ഇതിനെ വോൾട്ടേജ് ഫോളോവർ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഈ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഈ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ അങ്ങ് ഓപ്പൺ സർക്യൂട്ട് ആക്കിയാൽ മതി. അതേപോലെ തന്നെ ഈ RFനെ അങ്ങ് ഷോർട്ട് സർക്യൂട്ടും ആക്കിയാൽ മതി. ഇത് രണ്ടും ചെയ്ത നമുക്ക് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനെ എനിക്ക് ഒരു വോൾട്ടേജ് ഫോളോവർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇതൊരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. അതിന്റെ R1 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഇതിനെ R1 എന്ന് പറയുന്നതിനെ ഓപ്പൺ സർക്യൂട്ട് ആകുന്നു. RFനെ ഞാൻ ഷോർട്ട് സർക്യൂട്ട് ആകുന്നു. അപ്പൊ എനിക്ക് കിട്ടുന്ന സർക്യൂട്ടാണ് വോൾട്ടേജ് ഫോളോവർ. ഇതിനെ ഒരു ബഫർ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഇതിന്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എത്ര ആണെന്നാണ്. അപ്പം ഇതിന്റെ ഫീച്ചേഴ്സ് പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഇതിന്റെ ഫീഡ്ബാക്ക് ഫാക്ടർ യൂണിറ്റി ആണ്. ഒരു വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിന്റെ ഫീഡ്ബാക്ക് ഫാക്ടർ യൂണിറ്റി ആണ്. വോൾട്ടേജ് ഫോളോവറിന് വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നത് ബഫർ എന്നാണ്. ബഫർ സർക്യൂട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ അതിനെ വിളിക്കും. ഫീഡ്ബാക്ക് ഫാക്ടർ യൂണിറ്റി ആണ്. നോൺ ഇൻവേർട്ടിംഗ് മോഡിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ലോ ആയിരിക്കും. ഇൻപുട്ട് റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ലോ ആയിരിക്കും. ബാൻഡ് വിഡ്ത്ത് ഹൈ ആയിരിക്കും. അങ്ങനെ ഓപ്പാമ്പിന് വരുന്ന സാധാ ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തും വരും. അപ്പോൾ അങ്ങനെ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ബേസ് ചെയ്തിട്ട് അതും ഓപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 555 ടൈമറിന്റെ ഇന്റേണൽ സർക്യൂട്ട് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റേണൽ സർക്യൂട്ട് ഓഫ് 555 ടൈമർ. അപ്പൊ നമ്മൾ ഈ 555 വെച്ചിട്ടാണ് നമ്മൾ അസ്റ്റേബിളും മോണോസ്റ്റേബിളും ഒക്കെ അതിന്റെ ഓപ്പറേഷൻ ഒക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇതിന്റെ ആൻസർ പറയാൻ പറ്റൂ. ഇന്റേണൽ സർക്യൂട്ടറി ഓഫ് ആൻ 555 ടൈമർ. അപ്പൊ ആ ഫിഗർ ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഉണ്ടെങ്കിൽ പറയാവുന്നേ ഉള്ളൂ. അങ്ങനെ ഇത് ഒരുപാട് അങ്ങ് ഡെപ്തിൽ അതിന്റെ സർക്യൂട്ട് ഒന്നും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അസ്റ്റേബിളും മോണോസ്റ്റേബിളും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇന്റേണൽ സർക്യൂട്ടറി ഓഫ് 555 ടൈമർ കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെയുണ്ട് അതിനകത്ത്? RS ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ട്രാൻസിസ്റ്റർ സ്വിച്ച് ഉണ്ട്, ഔട്ട്പുട്ട് ബഫർ ഉണ്ട്, വോൾട്ടേജ് ഡിവൈഡർ ഉണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? ഒരു പീക്ക് ഡിറ്റക്ടർ ആണോ, കമ്പാരേറ്റർ ആണോ, രണ്ട് കമ്പാരേറ്റേഴ്സ് ആണോ, വോൾട്ടേജ് ആംപ്ലിഫയർ ആണോ? അപ്പൊ ഞാൻ അതിന്റെ ഒരു സർക്യൂട്ട് ഒന്ന് കാണിക്കാം. ഇതാണ് ഒരു 555ന്റെ ഇന്റേണൽ ബ്ലോക്ക് ഡയഗ്രം. അപ്പൊ ഇതിൽ നമുക്ക് കാണാം മൂന്ന് റെസിസ്റ്റേഴ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 റെസിസ്റ്റേഴ്സ്. ഇത് 3 5K റെസിസ്റ്റേഴ്സ് ആണ്.
അതുകൊണ്ടാണ് ഇതിന്റെ പേര് 555 എന്ന് വിളിച്ചിരിക്കുന്നത്. 3 5K റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 3 5K റെസിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു ടൈമർ ഐസിയുടെ ഇന്റേണൽ ഡയഗ്രാം ആണ്. അതിനകത്ത് 3 റെസിസ്റ്റേഴ്സ് വെച്ചിട്ട് ഒരു വോൾട്ടേജ് ഡിവൈഡർ സർക്യൂട്ട് കാണാം. 2 കമ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു അപ്പർ കമ്പറേറ്റർ, ഒരു ലോവർ കമ്പറേറ്റേഴ്സും ഉണ്ട്. അപ്പൊ അത് ഒരെണ്ണം ത്രെഷോൾഡ് ട്രിഗർ ഒക്കെ കൊടുക്കാൻ വേണ്ടിയാണ് വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് വെച്ചിട്ട്. അപ്പോൾ 2 കമ്പറേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. 2 കമ്പറേറ്റേഴ്സ്, പിന്നെ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ദെൻ അതിനകത്തൊരു ഡിസ്ചാർജ് ട്രാൻസിസ്റ്റർ ഉണ്ട്. നമ്മുടെ പിന്നെ ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് 3 ആണ്. 555 ഔട്ട്പുട്ട് പിൻ എന്ന് പറയുന്നത് 3 ആണ്. 3 എന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ട്രിഗർ ഒക്കെ കൊടുക്കുന്നത് ഇപ്പൊ സ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, അതിന്റെയൊക്കെ വർക്കിംഗ് പഠിക്കുമ്പോൾ നമ്മൾ മോണോസ്റ്റേബിളിനകത്ത് ട്രിഗർ കൊടുക്കുന്നുണ്ട്. ട്രിഗർ എന്ന് പറയുന്നത് സെക്കൻഡ് പിന്നിലാണ് ട്രിഗർ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് എടുക്കുന്നത് 3 എന്നാണ്. ദെൻ അതിന്റെ റീസെറ്റ് പിന്നും ഡിസ്ചാർജ് പിന്നും. അപ്പൊ അതിന്റെ പിൻ ഡയഗ്രാം, ഇന്റേണൽ ഡയഗ്രാം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ് ഓരോ പിന്നുകൾ പറയുന്നത്, അതിനകത്ത് എന്തൊക്കെ വരുമോ എന്നുള്ളത് ഇത് നമ്മുടെ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ. 3 5K റെസിസ്റ്റേഴ്സ് ഉണ്ട്, 2 കമ്പറേറ്റേഴ്സ് ഉണ്ട്, ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്, ഡിസ്ചാർജ് പിൻ ഉണ്ട്, ഡിസ്ചാർജ് ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. ഇങ്ങനെ പോകുന്നവരുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമ്മുടെ ഓപ്ഷനകത്ത് ഒരു കമ്പറേറ്റർ, 2 കമ്പറേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് D ആണ്. അതിന്റെ മെയിൻ 2 പോർഷനാണ് ഈ കമ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതും ഫ്ലിപ്പ് ഫ്ലോപ്പും ട്രാൻസിസ്റ്റർ സ്വിച്ചും ബഫറും വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റേഴ്സും ഒക്കെ ചേരുന്നതാണ് അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അതങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ല. സോ ഇതാണ് 555 റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 7912 റെഗുലേറ്റർ IC പ്രൊവൈഡ്സ്. ഇതും ശരിക്കും നമ്മുടെ ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ വോൾട്ടേജ് റെഗുലേറ്റർ പോർഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓപ്പ് ആമ്പ് ബേസ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. 7912 റെഗുലേറ്റർ IC പ്രൊവൈഡ്സ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. 79 സീരീസും 78 സീരീസും റെഗുലേറ്റർ ICs ആണ്. അത് ബേസ് ചെയ്തിട്ട് മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ പറയാൻ പറ്റൂ, ഗസ് ചെയ്യാൻ പറ്റൂ? 7912 റെഗുലേറ്റർ IC പ്രൊവൈഡ്സ് ഏത് വോൾട്ടേജ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? വോൾട്ടേജ് റെഗുലേറ്റർ IC ആണ്. ഏത് വോൾട്ടേജിലാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്? 5 വോൾട്ട്, -5 വോൾട്ട്, 12 വോൾട്ട്, -12. അതിനകത്ത് ക്വസ്റ്റ്യൻ തന്നെ ഒരു ഹിന്റ് ഉണ്ട്, 7912. പക്ഷെ ആ ഹിന്റ് വെച്ച് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് 12 കണ്ടോ, 79 സീരീസിൽ വരുന്നതാണ്. 12 മീൻസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ് 12 ആണോ -12 ആണോ? അപ്പൊ നമുക്ക് ആ രീതിയിൽ നമുക്കത് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഏതാണ് പറയാമോ? C ആണോ D ആണോ ആൻസർ? ഓപ്ഷൻ D ആണ്. 79 സീരീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും നെഗറ്റീവ് വോൾട്ടേജ് ആണ്. അതും ആ ലാസ്റ്റ് 2 നമ്പേഴ്സ് ആണ് ആ പ്രൊവൈഡ് ചെയ്യുന്ന വോൾട്ടേജ്. നെഗറ്റീവ് റെഗുലേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. -12 വോൾട്ട് ആണ് ആൻസർ. 78 സീരീസ് ആണെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജുമാണ്. അപ്പൊ ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 78 സീരീസ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് പോസിറ്റീവ് വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ്. 79 സീരീസ് എന്ന് പറയുന്നത് നെഗറ്റീവ് വോൾട്ടേജുമാണ്. അപ്പൊ ആ ഒരു കമ്പാരിസൺ മനസ്സിലാക്കി വെക്കണം. അതിന് കുറച്ച് എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. +5 വോൾട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് 78 സീരീസ് ആണ്. 05 7809 +9 വോൾട്ട് പ്രൊവൈഡ് ചെയ്യും. 12 വോൾട്ട് ആണെങ്കിൽ 7812. Then 79 സീരീസ് ഞാൻ പറഞ്ഞു നെഗറ്റീവ് വോൾട്ടേജസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ 7905 എന്ന് പറഞ്ഞാൽ -5 ആണ്. 7909 എന്ന് വെച്ചാൽ -9 വോൾട്ട് ആണ്. 7912 എന്ന് പറഞ്ഞാൽ -12 വോൾട്ട് ആണ്. അപ്പൊ ഇതാണ് ആ 78 സീരീസിന്റെയും 79 സീരീസിന്റെയും ഡിഫറൻസ്. അപ്പൊ ഒന്ന് പോസിറ്റീവ്, ഒരെണ്ണം നെഗറ്റീവ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫാസ്റ്റസ്റ്റ് ADC. അപ്പോ ഇത് നമുക്ക് തരുന്ന ഓപ്ഷൻ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സാധാരണ ഒരു ഫാസ്റ്റസ്റ്റ് ADC എന്ന് വിളിക്കുന്നത് ഫ്ലാഷ് ADC ആണ്. ഫാസ്റ്റസ്റ്റ് ADC എന്ന് പറയാം. അപ്പൊ നമുക്ക് തരുന്ന ഇതിന്റെ കമ്പാരിസൺ ഒന്ന് നോക്കിയിട്ട് പോകണം. ADC ഏതൊക്കെ ടൈപ്പ് ADCs ഉണ്ട്. അപ്പൊ അതിന് കൂടുതൽ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. ADCയും DAC-ഉം ഇത് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കണം. ഏതൊക്കെയാണ് ADCs, ഡ്യുവൽ സ്ലോപ്പ്, ഫ്ലാഷ്, സക്സസീവ്, അങ്ങനെ കുറെ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ ADC എന്ന് പറയുമ്പോൾ ADC എന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ ADCs ഉണ്ട്. അതിനകത്ത് ഏതാണ് ഫാസ്റ്റസ്റ്റ്, ഏതിനാണ് റെസൊല്യൂഷൻ കൂടുതൽ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. കൺവേർഷൻ ടൈം, അതിൻ്റെയൊക്കെ ടേംസിൽ അതിൻ്റെ ഒരു കമ്പാരിസൺ നോക്കിയിട്ട് പോവുക.
വലിയ ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ചില്ലെങ്കിലും അതിന്റെ കമ്പാരിസൺ നോക്കണം. അതില് വരുന്ന തന്നേക്കുന്ന ഓപ്ഷൻസ് വെച്ചിട്ടാണ് അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇതിൽ തന്നേക്കുന്ന 4 ഓപ്ഷൻസ് വെച്ച് ഇതിനകത്ത് ഫാസ്റ്റസ്റ്റ് ADC ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതില് സിംഗിൾ സ്ലോപ്പ് റാമ്പ് ഉണ്ട്, ഡ്യുവൽ സ്ലോപ്പ് ഇന്റഗ്രേറ്റർ ഉണ്ട്, സക്സസീവ് അപ്രോക്സിമേഷൻ ഉണ്ട്, കൗണ്ടർ ടൈപ്പ് ഉണ്ട്. ഇതില് ഈ SAR ADC ആണ് ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ളത് തന്നേക്കുന്നതിനകത്ത് ഓപ്ഷൻസ് വെച്ച്. ഇനി ഇതിന്റെ കൂടെ ഫ്ലാഷ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്ലാഷ് ADC ആണ് ഫാസ്റ്റസ്റ്റ് ADC. അപ്പൊ ഇതിൽ തന്നേക്കുന്നത് SAR ADC ആണ് ഓപ്ഷൻ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ബൈനറി വെയ്റ്റഡ് DAC? അപ്പോ നമ്മുടെ ക്വസ്റ്റ്യൻസ് ആദ്യത്തെ പോർഷനിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഇതൊക്കെ നമ്മൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാവുന്നതാണ്. കാരണം ആ സിലബസ് വെച്ചിട്ട് എല്ലാ ബേസിക് ക്വസ്റ്റ്യൻസും പഠിക്കാമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം സിലബസ് ഇച്ചിരി വലുതാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, എല്ലാ സബ്ജക്റ്റും കവർ ചെയ്ത് പോകണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലങ്ങ് ഒരുപാട് ഡെപ്ത് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ഇത്. ഞാൻ പറഞ്ഞ പോലെ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് DAC അത് പഠിച്ചാൽ തന്നെ ഈ ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 ടൈപ്പ് DAC ആണുള്ളത്. ഒന്ന് ബൈനറി വെയ്റ്റഡ് DAC ഉണ്ട്, പിന്നെ ഒരു R2R ലാഡർ DAC ഉണ്ട്. അത് വെച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ ക്വസ്റ്റ്യൻ ആണിത്. ഇതിനകത്ത് ഡിസഡ്വാൻറ്റേജ് ചോദിച്ചിരിക്കുന്നത് ബൈനറി വെയ്റ്റഡിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? അപ്പോൾ അതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് തന്നെയാണ്. വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് അതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ്, ബാക്കി ഒന്നുമല്ല. അത് തന്നെയാണ് R2R കമ്പയർ ചെയ്യുമ്പോൾ R2Rനകത്ത് R ഉം 2R 2 വാല്യൂ റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. അത് അതിന്റെ അഡ്വാൻറ്റേജ് ആണ് R2R. ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ കോംപ്ലക്സിറ്റി ഒക്കെ കൂടും. അപ്പൊ ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൈനറി വെയ്റ്റഡിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജ്. കൺസ്ട്രക്ഷൻ സിമ്പിൾ ആണ്, പക്ഷെ ഇതിനകത്ത് ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നതിന്റെ ഡിസഡ്വാൻറ്റേജ് ഫാസ്റ്റ് കൺവേർഷൻ ഒക്കെയാണ്. അപ്പൊ അതൊക്കെയാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്. R2R വരുവാണെങ്കിൽ അതിനകത്ത് 2 വാല്യൂ റെസിസ്റ്റേഴ്സ് ഉള്ളൂ, ഒന്ന് R വാല്യൂ, അടുത്ത 2R വാല്യൂ. അപ്പൊ അതാണ് അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ചീപ്പാണ്, ഈസി ടു മാനുഫാക്ചർ ആണ്. ദെൻ അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കൺവേർഷൻ റേറ്റ് വളരെ സ്ലോ ആണ്, മറ്റേതിന്റെ ഫാസ്റ്റ് ആണ്. അപ്പം ഓരോന്നിനും മറ്റേതോടുള്ള ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. DAC-ൻ്റെതും ADC-യുടെതും രണ്ടും പഠിക്കണം. ഞാനിവിടെ DAC-ന്റെ ആണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, ADC കുറെ ഉണ്ട്. അപ്പോൾ ADC-യുടെ കമ്പാരിസൺ കൂടി പഠിച്ചാൽ നല്ലതായിരിക്കും. ഏതാണ് മിക്കവാറും ഫാസ്റ്റസ്റ്റ് ഏതാണ്, സ്ലോവസ്റ്റ് ഏതാണ്, ഇങ്ങനെയാണ് ചോദിക്കുന്നത്. അപ്പൊ അത് നോക്കുക. ഇനി അടുത്തത് ഒരു നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എല്ലാ സബ്ജക്റ്റും കവർ ചെയ്തതിനകത്ത് ബേസിക് ആയിട്ടുള്ള ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ചില ഫ്രീക്വൻസി വാല്യൂ ഒക്കെ തരും, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആണെങ്കിലും അത് ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 1-2 ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം. ഇതില് സ്പീക്കേഴ്സ് വിച്ച് കവർ ദ ഫ്രീക്വൻസി ഫ്രം 16 Hz to 1000 Hz അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതില് വൂഫേഴ്സ് ആണ് അതിന്റെ ആൻസർ. വൂഫേഴ്സ് ആണ് ഈ ഒരു 16 Hz to 1000 Hz ഉള്ള സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതില് ബാക്കി 1-2 ഒക്കെ സ്പീക്കർ തന്നെയാണ്, മിഡ് ഫ്രീക്വൻസി റേഞ്ചിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസീസ് ആണ്. അപ്പൊ ഞാനത് ജസ്റ്റ് എന്താണെന്നൊക്കെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ബാഫിൽ എന്ന് പറഞ്ഞ സംഭവം അതൊരു സ്പീക്കർ അല്ല, ശരിക്കും സ്പീക്കറിന്റെ ഒരു പാർട്ടാണ് ബാഫിൽ എന്ന് പറയുന്നത്. ഇനി ട്വീറ്റേഴ്സ് എന്ന് പറയുന്നത് അത് ഹൈ ഫ്രീക്വൻസിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നതാണ്, മിഡ് റേഞ്ച് ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്തേക്കുന്നതാണ്. അപ്പം ഇത് നമ്മൾ പഠിച്ചു വെച്ചാലേ ആൻസർ ചെയ്യാൻ പറ്റൂ, കാരണം ഫ്രീക്വൻസി റേഞ്ച് കാര്യങ്ങളൊക്കെയാണ്. നമ്മളോട് വൂഫേഴ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് വന്നിട്ട് ആണ് ചോദിച്ചേക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ളതിന്റെയും കൂടെ ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അതായത് AM FM അങ്ങനെ ECM അങ്ങോട്ട് ഡിജിറ്റൽ അനലോഗ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ കൂടുതലുള്ളത്. കമ്മ്യൂണിക്കേഷൻ പാർട്ട്, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, AM-നകത്ത് പഠിക്കുന്ന സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ AM റിസീവേഴ്സിനകത്ത്, AM ട്രാൻസ്മിറ്റർ, AM റിസീവേഴ്സിനകത്ത് AM റിസീവർ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിസീവർ ആണ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവർ. അപ്പൊ AM റിസീവർ അല്ലെങ്കിൽ AM-ന്റെ ഫ്രീക്വൻസി റേഞ്ച് ഒക്കെ അറിഞ്ഞിരിക്കണം. 535 kHz to 1605 kHz ആണ് AM-ന്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ AM-ന്റെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്
455 കിലോഹെർട്സ് ആണ് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. അതേപോലെ തന്നെ ഓരോ AM-ന്റെ ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കുമ്പോൾ അതിനകത്ത് RF ആംപ്ലിഫയർ ഉണ്ട്, മിക്സർ ഉണ്ട്, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ ഉണ്ട്, ഡിറ്റക്ടർ ഉണ്ട്. അങ്ങനെ കുറച്ചൊരു അതിന്റെ സൂപ്പർ ഇലക്ട്രോണിക് റിസീവറിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രം ഉണ്ട്, അത് പഠിക്കണം. അപ്പൊ അതിനകത്ത് ഓരോ ബ്ലോക്കുകളുടെയും ഫംഗ്ഷൻ പഠിക്കണം. അപ്പൊ ആ ബ്ലോക്ക് ഡയഗ്രം കംപ്ലീറ്റ് പഠിച്ചാൽ തന്നെ അതിൽ ഓരോന്നിന്റെ ഫംഗ്ഷൻ ആവും. അതൊന്ന് നോക്കണം, അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. RF ആംപ്ലിഫയറിന്റെ ഫംഗ്ഷൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് RF ആംപ്ലിഫയർ ഉപയോഗിക്കുന്നത്? അതില് ട്രാക്കിംഗ് ഇൻക്രീസ് ചെയ്യാനാണോ, ചാനൽ റിജക്ഷൻ ഇൻക്രീസ് ചെയ്യാനാണോ, ട്യൂണിംഗ് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ, അതുപോലെ ഇമേജ് ഫ്രീക്വൻസി റിജക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ. അപ്പൊ അതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് D ആണ്. ഇമേജ് ഫ്രീക്വൻസിയുടെ പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്, ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനൊക്കെ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി തന്നിട്ട്. അപ്പൊ അത് നമ്മള് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, FS + 2 × F ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. പലതവണ ചോദിച്ചിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസി തന്നിട്ട് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി AM-നാണെങ്കിൽ 455 ആണ്. അപ്പൊ ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇമേജ് ഫ്രീക്വൻസി തന്നിട്ട് FS കണ്ടുപിടിക്കാൻ, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ഏതെങ്കിലും രണ്ടെണ്ണം തന്നിട്ട് ഒരെണ്ണം കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. അപ്പൊ അതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. അപ്പം അതും ഇത് ബേസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഫ്രീക്വൻസി ഇൻ UHF റേഞ്ച്. അപ്പൊ ഇത് നമ്മൾ പഠിക്കുന്നതാണ്, വേവ് പ്രൊപ്പഗേഷൻ. അതായത് ഗ്രൗണ്ട് വേവ് എന്താണ്, സ്പേസ് വേവ് എന്താണ്, സ്കൈ വേവ് എന്താണ്, ഇങ്ങനെ അതിന്റെ ഫ്രീക്വൻസി റേഞ്ചും ഹൈ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്ന പ്രൊപ്പഗേഷൻ ഏതാണ്, അങ്ങനെ ഒരു കമ്പാരിസൺ നമ്മൾ വേവ് പ്രൊപ്പഗേഷൻ ആയിട്ട് പഠിക്കണം. അത് സ്പേസ് വേവ്, സ്കൈ വേവ്, സർഫസ് വേവ്, ഗ്രൗണ്ട് വേവ്, ഇതിന്റെ എല്ലാം ഫീച്ചേഴ്സ് പഠിച്ചു വെക്കണം. പറ്റുമെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി റേഞ്ചും ഏത് ആപ്ലിക്കേഷൻ ആണ് ഉപയോഗിക്കുന്നത്, സർഫസ് ഓഫ് എർത്തിലൂടെ ഉള്ളത് ഏത് പ്രൊപ്പഗേഷൻ ആണ്, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. മെയിൻ ആയിട്ടും ഫ്രീക്വൻസിയാണ്. അപ്പൊ UHF റേഞ്ചിൽ യൂസ് ചെയ്യുന്ന സംഭവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആൻസർ സ്പേസ് വേവ് ആണ്. അപ്പം നമ്മുടെ ഫ്രീക്വൻസി റേഞ്ചും ഓരോ ഫ്രീക്വൻസി റേഞ്ചിൽ യൂസ് ചെയ്യുന്ന മോഡ് ഓഫ് പ്രൊപ്പഗേഷൻ അറിഞ്ഞിരിക്കണം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആന്റിന. അപ്പൊ ആന്റിന ബേസ് ചെയ്തിട്ട് ഞാൻ അധികം ക്വസ്റ്റ്യൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, എങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കും. കാരണം ആന്റിന ഒരു വലിയൊരു ടോപ്പിക്കാണ്. ആന്റിന എന്ന് പറയുന്നത്, ആന്റിന ആൻഡ് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിനകത്ത് ആന്റിനാസ് ഒരുപാട് ടൈപ്പ് ഓഫ് ആന്റിനാസ് ഉണ്ട്. അതിൽ എന്ത് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ അതും ഏതെങ്കിലും 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം എക്സാമിന്. അപ്പൊ ഇതില് an example for multi-band high frequency receiving antenna, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിനകത്ത് കോണിക്കൽ ആന്റിന, ഫോൾഡ് ഡൈപോൾ ആന്റിന, റോംബിക് ആന്റിന, ലോഗ് പീരിയോഡിക് ആന്റിന. ഇതില് ലോഗ് പീരിയോഡിക് ആന്റിനയാണ് ഹൈ ഫ്രീക്വൻസി റിസീവിംഗ് ആന്റിന ആയിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ലോഗ് പീരിയോഡിക് ആന്റിനയാണ്. നെക്സ്റ്റ് പിൻ ഡയോഡ്. നമ്മൾ നേരത്തെ ഫോട്ടോ ഡയോഡ്സ് പഠിച്ചു. അതിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഡയോഡ് ആണ്, ഒരു ഡിറ്റക്ടർ ആണ് പിൻ ഫോട്ടോ ഡയോഡ്സ്. പിൻ ഡയോഡ് അതായത് പിയും ഐയും എന്നും. പിയും ഐയും എൻ എന്ന് പറഞ്ഞാൽ ഇത് പി, ഇത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഇത് എൻ സെമി. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറോടെ ചെയ്യുന്ന ഒരു ഫോട്ടോ ഡയോഡ് ആണ് പിൻ ഫോട്ടോ ഡയോഡ്. അപ്പം ഇത് പിൻ ഡയോഡ് ഈസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സെമി കണ്ടക്ടർ പോയിന്റ് കോൺടാക്ട് ഡയോഡ് ആണോ, ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ മൈക്രോവേവ് സ്വിച്ച് ആണോ, അതോ മൈക്രോവേവ് ഡിറ്റക്ടർ ആണോ, മൈക്രോവേവ് മിക്സഡ് ഡയോഡ് ആണോ? അപ്പൊ ഇതൊരു ശരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ വെച്ചിട്ട് മൈക്രോവേവ് സ്വിച്ച് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് പിൻ ഡയോഡ് എന്ന് പറയുന്നത്. മൈക്രോവേവ് ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതിന്റെ സ്ട്രക്ചർ ആണ് ഞാൻ ഈ പറഞ്ഞത്. നെക്സ്റ്റ് മോഡുലേഷൻ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഡിജിറ്റൽ മോഡുലേഷനിലേക്കൊക്കെ വരുവാണ്. അത് ബേസ് ചെയ്തിട്ട് PCM എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. PCM, അതേപോലെ തന്നെ ASK, FSK, PSK, then PAM, PPM, PWM, ഇങ്ങനെ കുറെ കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഉണ്ട്. അതിന്റെ കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. ഇവരിത് മിക്സ് ചെയ്തൊക്കെ ചോദിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത്
മോഡുലേഷൻ സിസ്റ്റം വിച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ. ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്ന ഏതാണ്? അപ്പൊ ഇത് പെട്ടെന്ന് കയറി PCM ഒക്കെ നമ്മൾ കുത്തിക്കളയും. ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത് FSK ആണ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീ. അതാണ് FSK. അപ്പൊ FSK ആണ് നമ്മൾ ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നെക്സ്റ്റ് 32. The code which is used for parity check. Parity checkന് യൂസ് ചെയ്യുന്ന കോഡ് ഏതാണ്? ഇതും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഗ്രേ ആണോ ആസ്കി ആണോ? ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് പാരിറ്റി ചെക്കിന് യൂസ് ചെയ്തിരിക്കുന്ന കോഡ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് എ ഡേറ്റ ഇൻ എ മോഡം. മോഡം മീൻസ് മോഡുലേറ്റർ ഡീമോഡുലേറ്റർ. അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് ഡേറ്റ ഇൻ എ മോഡം എന്ന് പറയുന്നത് നമ്മൾ ബൈറ്റ്സ് പെർ, നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണെന്ന് സംശയം വരും. കാരണം നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഒരാൾക്ക് അറിയാം അത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് അത് ഡേറ്റ റേറ്റുകൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഒരിക്കലും ബൈറ്റ് അല്ല, ബിറ്റ് ആണ്. സോ 33 ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പാരിസൺ ആണ്. ASK FSK ഈ ഒരു കമ്പാരിസൺ അറിഞ്ഞിരിക്കണം. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്, ഫേസ് ഷിഫ്റ്റ് കീയിങ്. അപ്പൊ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഓൺ ഓഫ് കീയിങ് മെത്തേഡ്സ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ബേസിക് ക്വസ്റ്റ്യനും ആണ്. ASK ആണ്. ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിനെയാണ് ഓൺ ഓഫ് കീയിങ് മെത്തേഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചാർട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കമ്പയർ ചെയ്ത് പഠിക്കണം. ASKയും FSKയും PSKയും തമ്മിലുള്ള വ്യത്യാസം. അത് ഇതിനകത്ത് ഒരുപാട് ചോദ്യങ്ങൾ വരും. ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ്. അതിന്റെ മെത്തേഡ് പഠിച്ചാലേ അത് നമുക്ക് പറയാൻ പറ്റും. ഓൺ ഓഫ് കീയിങ് മെത്തേഡ് എങ്ങനെയാണ് മോഡുലേഷൻ നടക്കുന്നതെന്നുള്ളത്. പിന്നെ കൂടുതലും ചോദിച്ചു വരുന്നത് ഇതാണ്. ഇതിന്റെ നോയ്സ്, ബാൻഡ് വിഡ്ത്ത്, പവർ എഫിഷ്യൻസി, കോംപ്ലക്സിറ്റി, ഇത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നോയ്സ് റെസിസ്റ്റൻസ് ASKയുടെ എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നോയ്സ് റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? PSK ആണ്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ബാൻഡ് വിഡ്ത്ത് ഹൈ PSKയുടെ ആണ്. അപ്പൊ ഇത് രണ്ടും PSKയുടെ ഒരു വലിയ ഫീച്ചർ ആണ്. PSKന് ചോദിക്കുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ അത് മൂന്നും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കണം. അങ്ങനെ കാരണം നമുക്ക് എപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ASK FSK PSK നമുക്ക് പഠിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന അതിന്റെ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ഈ ടേബിളാണ്. എഫിഷ്യൻസി, നോയ്സ്, പവർ എഫിഷ്യൻസി, എവിടെയാണ് മോഡുലേഷൻ നടക്കുന്നത്, ആംപ്ലിറ്റ്യൂഡ്, അത് നമുക്ക് പേരിനകത്ത് തന്നെ ഉണ്ട്. കോംപ്ലക്സിറ്റിയും കാര്യങ്ങളും ഒക്കെ കമ്പയർ ചെയ്ത് പഠിക്കണം മൂവിങ് ടൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വീണ്ടും നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഒപ്റ്റോ കപ്ലർ, മൈക്രോഫോൺ, ഇങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ദ ടൈപ്പ് ഓഫ് മൈക്രോഫോൺ യൂസ്ഡ് ഇൻ ടെലിഫോൺ. ടെലിഫോണിൽ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ഏതാണെന്നുള്ളതാണ്. അതിനകത്ത് 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കാർബൺ മൈക്രോഫോൺ ആണ് കറക്റ്റ് ആൻസർ. ടൈപ്പ് ഓഫ് മൈക്രോഫോൺ യൂസ്ഡ് ഇൻ ടെലിഫോൺ എന്ന് പറയുന്നത് കാർബൺ മൈക്രോഫോൺ ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അത് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ പഠിക്കുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോയ്സ്. ഏതൊക്കെ ടൈപ്പ് നോയ്സ് ആണ് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് ഓഫ് നോയ്സ് വിച്ച് ഈസ് ഹാവിംഗ് ഗ്രേറ്റർ ഇമ്പാക്ട് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഹൈ ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന നോയ്സ് ഏതാണ്? റാൻഡം ആണോ, ജോൺസൺ ആണോ, ട്രാൻസിറ്റ് ടൈം ആണോ, ഷോർട്ട് നോയ്സ് ആണോ? ഏതാണ് കറക്റ്റ് ആൻസർ? ട്രാൻസിറ്റ് ടൈം നോയ്സസിനെയാണ് നമ്മൾ ഈ ഒരു ഹൈ ഫ്രീക്വൻസി നോയ്സസ് ആയിട്ട് പറയുന്നത്. സോ ഇതിന്റെ ആൻസർ സി ആണ്, ട്രാൻസിറ്റ് ടൈം നോയ്സ് ആണ്. സോ ഓരോ നോയ്സിനെ കുറിച്ച് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ട്രാൻസിറ്റ് ടൈം നോയ്സ് എന്താണ് എന്നുള്ളത് നമ്മളിവിടെ പറയുന്നുണ്ട്. ഇത് ചാർജ് ക്യാരിയേഴ്സ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, നമ്മൾ മെയിനായിട്ടും ട്രാൻസിസ്റ്ററും ഡയോഡും വെച്ചിട്ടാണ് ട്രാൻസിറ്റ് ടൈം നോയ്സ് പറയുന്നത്. റാൻഡം നോയ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ശരിക്കും തെർമൽ നോയ്സ് വരാം, ഷോർട്ട് നോയ്സ് വരാം, അങ്ങനെയൊക്കെ പറയുന്നതിനോട് റാൻഡം ആയിട്ട് ഒക്കർ ചെയ്യുന്ന നോയ്സസിനെയാണ് നമ്മൾ റാൻഡം നോയ്സ് എന്ന് പറയുന്നത്. ചോയ്സിനകത്ത് തന്നിരിക്കുന്ന കുറച്ച് നോയ്സസ് ആണ്. ജോൺസൺ നോയ്സ് എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ഡ്യൂ ടു തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തെർമൽ മോഷൻ ഓഫ് ഇലക്ട്രോൺസ് വെച്ച് നടക്കുന്ന നോയ്സിനെ നമ്മൾ ജോൺസൺ നോയ്സ് എന്ന് വിളിക്കും. പിന്നെ ഷോർട്ട് നോയ്സ് എന്ന് പറയുന്നത് ഡ്യൂ ടു ഇലക്ട്രിക് ചാർജസ്. അപ്പം അതിനെയാണ് ഷോർട്ട് നോയ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഹൈ ഫ്രീക്വൻസി ആയിട്ട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് ട്രാൻസിറ്റ് ടൈം ആണ്. അപ്പം വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നോയ്സസ്, അതിന്റെ പേരും അതിന്റെ ഡെഫിനിഷനൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാൻ നോക്കുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡുലേഷൻ സിസ്റ്റം ഈസ് ദ മോസ്റ്റ് നോയ്സ് റെസിസ്റ്റന്റ് വൺ? അതും ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. PCM റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോയ്സ് റെസിസ്റ്റന്റ്, അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. PCM ആണ് ആൻസർ. മോസ്റ്റ് നോയ്സ് റെസിസ്റ്റന്റ് തന്നേക്കുന്ന ഓപ്ഷൻ വെച്ചിട്ടാണ് മോസ്റ്റ് നോയ്സ് റെസിസ്റ്റന്റ്. മിക്സ് ചെയ്താണ് ഓപ്ഷൻ തന്നേക്കുന്നത്. PWM ഉം PCM ഉം ഡെൽറ്റയും ഡിഫറൻഷ്യൽ PCM ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ PCM ഡിഫറൻഷ്യൽ PCM ആയിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ PCM എന്ന് പറയുന്നതിന്റെ എഫിഷ്യൻസി കൂടുതലാണ്. അപ്പം ബാൻഡ്വിഡ്ത്ത് എഫിഷ്യൻസി കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഡിഫറൻഷ്യൽ PCM ആണ്. അപ്പൊ അങ്ങനെ അത് തമ്മിലും കമ്പയർ ചെയ്ത് പഠിക്കുക. കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോന്നും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പൊ ഇതെന്ന് പറയുന്നത് തന്നേക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് മോസ്റ്റ് നോയ്സ് റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് PCM തന്നെയാണ്. ഞാൻ ഇവിടെ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, PAM ഉം PPM ഉം PWM ഉം തമ്മിലുള്ളത്. അതും ഈ നോയ്സും ബാൻഡ്വിഡ്ത്ത് എഫിഷ്യൻസിയും പവറും ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഫുൾ കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ഒരു മിക്സഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. PAM ഉം PWM ഉം PPM ഒക്കെ തമ്മിലുള്ള ഒരു കമ്പാരിസൺ, അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കമ്പാരിസൺ ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഏതിനാണ് കൂടുതൽ നോയ്സ് സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉള്ളത്, ഏതിനാണ് ബാൻഡ്വിഡ്ത്ത് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ളത്, അങ്ങനെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കോംപ്ലക്സിറ്റി കൂടുതൽ ഏതിനാണ്, എന്നിട്ട് ഓരോന്നിന്റെ ആപ്ലിക്കേഷൻസ് കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അതേപോലെ തന്നെ ഞാൻ PCMന്റെ ഫീച്ചേഴ്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. PCMന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. അപ്പോ അതില് വരുന്ന ഏറ്റവും വലിയ ഒരു പോയിന്റ് ഇതാണ്, PCMന്റെ ഡിസ്അഡ്വാൻറ്റേജ്. അത് ഓർത്ത് വെച്ചേക്കുക. ഇറ്റ് റിക്വയർസ് ലാർജർ ബാൻഡ്വിഡ്ത്ത്. അതാണ് PCMന്റെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജസ് കുറെ ഉണ്ട്, പക്ഷെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഇതാണ്, ഇറ്റ് റിക്വയർസ് ലാർജ് ബാൻഡ്വിഡ്ത്ത്. DPCM അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷനകത്ത് സാമ്പിൾസിന് ഇങ്ങനെ ഡിഫറൻഷ്യൽ ആയിട്ടാണ് അവിടെ മോഡുലേഷൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇത്രയും ബാൻഡ്വിഡ്ത്ത് ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ അത് PCM ഉം DPCM ഉം തമ്മിലുള്ള വ്യത്യാസമാണ്. പിന്നെ അതേപോലെ തന്നെ ക്വാണ്ടൈസേഷൻ നോയ്സ് ക്യാൻ അഫക്റ്റ് PCM. അപ്പം അതും ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞേക്കുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ, ഓഡിയോ വീഡിയോ, ഡിജിറ്റൽ ടെലിഫോണി, ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, മൾട്ടിമീഡിയ, അങ്ങനെ കുറെ ആപ്ലിക്കേഷൻസും പറയുന്നുണ്ട്. അപ്പം ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ക്വാണ്ടൈസേഷൻ നോയ്സ്, ലാർജർ ബാൻഡ്വിഡ്ത്ത്, ഇതൊക്കെ PCMന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഇനി അതിനകത്ത് തന്നെ നമ്മളൊരു ഓപ്ഷൻസ് കണ്ടാണ് ഡെൽറ്റ മോഡുലേഷൻ എന്നൊരു സംഭവം കണ്ടു. ഡെൽറ്റ മോഡുലേഷൻ. അപ്പൊ ഡെൽറ്റ മോഡുലേഷൻ ഇന്ന് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഒരു അതിനകത്ത് ഉണ്ടാവുന്ന രണ്ട് ടൈപ്പ് ഓഫ് നോയ്സ് ആണ്. അതിന്റെ സ്റ്റെപ്പ് സൈസ് വെച്ചിട്ട് രണ്ടെണ്ണം പറയുന്നുണ്ട്. ഒന്ന് ഗ്രാനുലാർ നോയ്സ്, ഒന്ന് സ്ലോപ്പ് ഓവർലോഡ്. അപ്പം സ്റ്റെപ്പ് സൈസ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആണെങ്കിൽ ഒക്കർ ചെയ്യുന്ന നോയ്സ് ആണ് ഗ്രാനുലാർ. സ്റ്റെപ്പ് സൈസ് കൂടിയാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്ലോപ്പ് ഓവർലോഡ്. സ്റ്റെപ്പ് സൈസ് കൂടി കഴിഞ്ഞാൽ നടക്കുന്നത് ഡെൽറ്റ വെച്ചിട്ടാണ്. സ്റ്റെപ്പ് സൈസ് കൂടുതലാണെങ്കിൽ സ്ലോപ്പ് ഓവർലോഡും, സ്റ്റെപ്പ് സൈസ് കുറവാണെങ്കിൽ അത് ഗ്രാനുലാറും ആയിരിക്കും. വളരെ ചെറിയ സ്റ്റെപ്പ് സൈസിൽ നടക്കുന്ന ഒരു നോയ്സ് എഫക്റ്റ് ഗ്രാനുലാറും, മറ്റേത് സ്ലോപ്പ് ഓവർലോഡുമാണ്. അപ്പൊ അത് ഡെൽറ്റ മോഡുലേഷന്റെ കൂട്ടത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് ഇവിടെ. അപ്പൊ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ റീസൺ ഫോർ റെയ്ലി സ്കാറ്ററിംഗ് ഇൻ ഒപ്റ്റിക്കൽ ഫൈബർ. ഇനി അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടുവന്നത് ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ, GSM, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, ഇത് ബേസ് ചെയ്തിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം റെയ്ലി സ്കാറ്ററിംഗ് ലോസ് ഇൻ ആൻ ഒപ്റ്റിക്കൽ ഫൈബർ എന്ന് പറയുന്നത് എന്താണ് അതിന്റെ റീസൺ? അപ്പൊ അത് ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഡ്യൂ ടു സ്ട്രക്ചറൽ ഫോൾട്ട് ഇൻ ദ ഗ്ലാസ്. അതാണ് റെയ്ലി സ്കാറ്ററിംഗ്. നെക്സ്റ്റ്, ക്വാണ്ടൈസേഷൻ നോയ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ക്വാണ്ടൈസേഷൻ നോയ്സ് ഒക്കർ ചെയ്യുന്നത് PCMലാണ്, പൾസ് കോഡ് മോഡുലേഷൻ. അപ്പൊ അത് അറിഞ്ഞിരിക്കണം.
Next, optical fibers used for communication purpose are mostly fabricated using. അത് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് സിലിക്കയാണോ പ്ലാസ്റ്റിക് ആണോ സിറാമിക് ആണോ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സിലിക്കയാണ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് എന്നാണ് മോസ്റ്റ്ലി ഫാബ്രിക്കേറ്റഡ് യൂസിങ് സിലിക്ക. ദെൻ അടുത്തത് ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്. ഇത് നമ്മൾ ഫസ്റ്റ് ഇയേഴ്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലിയോ, മിയോ, ജിയോ, അങ്ങനെ ഒരു കമ്പാരിസൺ, അതിന്റെ ഹൈറ്റും അതിന്റെ ഓൾട്ടിറ്റ്യൂഡും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ജിയോ സിങ്ക്രണസിന്റെ ഹൈറ്റ് അത് പറയാമോ? സർഫസ് ഓഫ് എർത്തിൽ നിന്ന് എത്ര ആയിരിക്കും എന്ന് പറയാമോ? ഓർത്തിരിക്കാൻ പാടായിരിക്കും. ഓപ്ഷൻസ് അതുപോലത്തെ ഓപ്ഷൻസ് ആണ്. ഏതായിരിക്കും എന്ന് പറയാമോ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. 35786 കിലോമീറ്റർ ആണ്. അപ്പോ ഞാൻ അതിന്റെ ഒരു കമ്പാരിസൺ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ഇങ്ങനെ അതിന്റെ ഓൾട്ടിറ്റ്യൂഡ് ഒന്ന് പഠിച്ചു വെക്കണം. ലിയോ, മിയോ ആൻഡ് ജിയോ. അതേപോലെ തന്നെ ഹിയോ എന്ന് പറയുന്ന ഒന്നുണ്ട്, ഹൈലി എലിപ്റ്റിക്കൽ ഓർബിറ്റ്. അപ്പൊ ഇത് മൂന്നിനകത്ത് അതിന്റെ സ്പെസിഫിക് വാല്യൂ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജിയോ സിങ്ക്രണസ്, ജിയോ, മിയോ, ലിയോ. അതുകൂടാതെ ഹിയോയും വരുന്നുണ്ട്. അത് ഹൈറ്റ് കൂടുതലായിരിക്കും. എക്സാക്ട്ലി അത് മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വീണ്ടും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ട് ഇറിഡിയം is the most important application of which satellite? അതാണ് ക്വസ്റ്റ്യൻ. അത് ലിയോ ആണ്. ലിയോ സാറ്റലൈറ്റ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് പ്രൊജക്ട് ഇറിഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, അപ്പൊ ഇതൊക്കെ ഞാൻ ഏതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് എന്നുള്ളൊരു ഐഡിയ തരാൻ വേണ്ടിയാണ്. GPS, ഗ്ലോബൽ പൊസിഷൻ സിസ്റ്റം. വിച്ച് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് യൂസ്ഡ് വിത്ത് GPS സിസ്റ്റം? GPS സിസ്റ്റത്തിൽ യൂസ് ചെയ്തേക്കുന്ന കോർഡിനേറ്റ് സിസ്റ്റം ഏതാണ്? ഇതില് ജിയോസെൻട്രിക് ഇക്വിറ്റോറിയൽ കോർഡിനേറ്റ് സിസ്റ്റം ആണ് നമ്മൾ GPS റിലേറ്റ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം റിലേറ്റ് ചെയ്തിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സി ആണ് ആൻസർ. ദെൻ വിച്ച് ബാൻഡ് ഓഫ് ഫ്രീക്വൻസീസ് ആർ യൂസ്ഡ് ഇൻ സാറ്റലൈറ്റ് സർവീസസ്? ഇൻ എംസാറ്റ്. അങ്ങനെയാണ് ചോദിച്ചത്. എംസാറ്റിൽ യൂസ് ചെയ്തേക്കുന്ന ബാൻഡുകൾ ഏതൊക്കെയാണ്? അപ്പൊ ഈ ബാൻഡുകളെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന ബാൻഡുകളാണ്. പ്രത്യേകിച്ചും ഈ സി ബാൻഡ്, എക്സ് ബാൻഡ്, KU ബാൻഡ്, KA ബാൻഡ്, ഈ 4 ബാൻഡുകളുടെയും വാല്യൂസ് അറിഞ്ഞിരിക്കണം. അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് മസ്റ്റ് ആയിട്ടും പഠിക്കണം. അതിന്റെ ആപ്ലിക്കേഷൻസും കറസ്പോണ്ടിങ് ഓരോന്നിന്റെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ച് ബാൻഡ്സ് ഉണ്ട്, അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ഫ്രീക്വൻസി സിയുടെയും എക്സിന്റെയും KU, KA ബാൻഡിന്റെ ഫ്രീക്വൻസീസ് പഠിച്ചു വെക്കണം. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷന് മാത്രം യൂസ് ചെയ്യുന്ന ബാൻഡുകളാണിത്. ഇവിടെ എംസാറ്റിന്റെ ആണ് ചോദിച്ചിരിക്കുന്നത്. എംസാറ്റിന് യൂസ് ചെയ്തിരിക്കുന്ന ബാൻഡ് എന്ന് പറയുന്നത് L ബാൻഡ് ആണ്. അപ്പൊ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിൽ കുറെ ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. കുറെ ക്വസ്റ്റ്യൻ GPS സാറ്റലൈറ്റ് റിലേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ദ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ആൻ ഓർബിറ്റ് ടു ബി സ്റ്റേഷനറി. തന്നേക്കുന്ന ഓപ്ഷനിൽ ഓർബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എ സർക്കുലർ. അതാണ് നമ്മുടെ ചോയ്സ്. കറക്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ബി ആണ്. നെക്സ്റ്റ്, ദ ഫസ്റ്റ് വേർഷൻ ഓഫ് GSM. GSM നമുക്കറിയാം. GSM-ൽ നിന്നും 1-2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഫസ്റ്റ് വേർഷൻ ഓഫ് GSM യൂസ്ഡ്, അപ്പം ചാനൽസിന്റെ ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 124 ഫുൾ ഡിപ്ലക്സ് ചാനൽസ് ആണ്. അത് GSM എന്ന് പറയുന്നതിന്റെ ആർക്കിടെക്ചറും കാര്യങ്ങളും ഒക്കെ നോക്കണം. അതിന്റെ ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അതിനകത്ത് വരുന്ന ഓരോന്നിന്റെയും ഫുൾ ഫോംസും കാര്യങ്ങളും ഒക്കെ പഠിച്ചു വെക്കണം. GSM, GPS, സാറ്റലൈറ്റും അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇനി വീണ്ടും സെയിം സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. The minimum distance which allows the same frequency to be reused. Frequency reuse എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അത് നമ്മുടെ യൂസേഴ്സിന് സെയിം ഫ്രീക്വൻസി തന്നെ റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് വെച്ചിട്ടുള്ള മിനിമം ഡിസ്റ്റൻസിന്റെ ഒരു വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതെല്ലാം വരും, എല്ലാ ഓപ്ഷൻസും വരും. ഓൾ ഓഫ് ദി അബോവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഫോർ ചാനൽ സെൽസ് വരും, ടൈപ്പ് ഓഫ് ജിയോഗ്രാഫിക് ടെറൈൻ, ആന്റിന ഹൈറ്റ്, ട്രാൻസ്മിറ്റഡ് പവർ, ഇതെല്ലാം നമുക്ക് വരും. മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്.
അപ്പം അതാണ് ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റൻ ആണ്. then അടുത്തത് ട്രാൻസ്മിഷൻ പവർ ഓഫ് എ സെൽ ഹാസ് ടു ബി ലിമിറ്റഡ് ഇൻ ഓർഡർ ടു. ഇതിന്റെ ആൻസർ ട്രാൻസ്മിഷൻ പവർ ലിമിറ്റ് ചെയ്യുന്ന എന്തിനാണ് ചോദിച്ചിരിക്കുന്നത്? ടു അവോയ്ഡ് ഇന്റർഫറൻസ് ആണ് വിത്ത് നെക്സ്റ്റ് സെൽ യൂസിങ് ദ സെയിം ഫ്രീക്വൻസി. അപ്പൊ അതും ഇതുപോലെ ഫ്രീക്വൻസി റീയൂസ് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഒരു ഫ്രീക്വൻസി തന്നെ മറ്റൊരു സെല്ലിൽ നിന്ന് റീയൂസ് ചെയ്യുമ്പോൾ വിത്ത് മിനിമം ഇന്റർഫറൻസ് ആയിരിക്കണം. അപ്പം അവിടെ ഒരു ഇന്റർഫറൻസ് ഉണ്ടാവാൻ പാടില്ല. അപ്പം ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ആൻസർ എന്ന് പറയുന്നത്. അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. അടുത്തത് ഹാൻഡ് ഓഫ് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ടൈം ഓവർ വിച്ച് എ കോൾ ഈസ് മെയ്ഡ് വിത്തിൻ എ സെൽ വിത്തൗട്ട് ഹാൻഡ് ഓഫ്. അപ്പം ശരിക്കും ഹാൻഡ് ഓഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കോള് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോള് കട്ട് ആവാതെ ഒരു സെല്ലിന്റെ ടവറിൽ നിന്നും അടുത്ത ടവറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ കോള് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാർഡ് ഹാൻഡ് ഓഫ് ഉണ്ട്, സോഫ്റ്റ് ഹാൻഡ് ഓഫ് ഉണ്ട്. അപ്പൊ ഹാൻഡ് ഓഫ് എന്താണെന്ന് മനസ്സിലാക്കണം, അത് ഏത് ടൈപ്പ് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഹാർഡ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ദ കണക്ഷൻ ഓഫ് പ്രീവിയസ് സെൽ ഈസ് ബ്രോക്കൺ ബിഫോർ കണക്ടിങ് ടു ന്യൂ വൺ. ആ ഒരു കോള് എങ്ങനെയാണ് കണക്ട് ആവുന്നത് എന്നുള്ളതാണ് പറഞ്ഞത്. സോഫ്റ്റ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് കണക്ഷൻ ഓഫ് എ ന്യൂ സെൽ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിഫോർ ദ കണക്ഷൻ ഓഫ് ഓൾഡ് സെൽ ഈസ് ടെർമിനേറ്റഡ്. പുതിയ കണക്ഷൻ നേരത്തെ ചെയ്യുന്നു, അതാണ് സോഫ്റ്റ് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് എന്താണ്, അതിന്റെ രണ്ടിന്റെയും ടൈപ്സ് ഏതൊക്കെയാണ് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ടൈം ആണ്. ടൈം ഓവർ വിച്ച് എ കോൾ ഈസ് മെയ്ഡ് വിത്തിൻ എ സെൽ വിത്തൗട്ട് ഹാൻഡ് ഓഫ്. അതിനെയാണ് നമ്മുടെ ഓപ്ഷൻ ബി 12 ടൈം എന്നാണ് അതിനെ പറയുന്നത്. 12 ടൈം. നെക്സ്റ്റ് വീണ്ടും GSM അതിന്റെ ആർക്കിടെക്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. EIR എന്ന് വെച്ചാൽ എന്താണ്? EIR അതിന്റെ ഇക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ ആണ്. അത് ആർക്കിടെക്ചറിന് അത് കുറെ ഫുൾ ഫോംസ് ഉണ്ട്. AUC ഒതന്റിക്കേഷൻ സെന്റർ, EIR എന്ന് വെച്ചാൽ എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, അങ്ങനെ കുറെ PSTN എന്താണ്, അതേപോലെ തന്നെ കുറെ ആ ബ്ലോക്കിനകത്ത് വരുന്ന കുറെ ടേംസ് ഉണ്ട്. അതെല്ലാം പഠിച്ചു വെക്കണം, അതിന്റെ ഫുൾ ഫോംസ്. ഇത് എക്വിപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, ബി ആണ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. ക്രോസ് ടാക്ക് ഫ്രം 2 ഡിഫറെന്റ് റേഡിയോ ട്രാൻസ്മിറ്റേഴ്സ് യൂസിങ് ദ സെയിം ചാനൽ മേ റിസൾട്ട് ഇൻ. അത് കോ ചാനൽ ഇന്റർഫറൻസ് ആണ് അതിനെ പറയുന്നത്. കോ ചാനൽ ഇന്റർഫറൻസ്. നെക്സ്റ്റ് GSM MSC നേരത്തെ പറഞ്ഞ MSC എന്ന് പറയുന്നത് മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ്. BTS എന്ന് പറയുന്നത് ബേസ് ട്രാൻസീവർ സ്റ്റേഷൻ ആണ്. അപ്പൊ ഇതെല്ലാം ആർക്കിടെക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള GSMന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതില് ഇന്ന് GSM സിസ്റ്റം ഐഡന്റിഫൈ ദ ഫംഗ്ഷൻ ഓഫ് MSCയുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇറ്റ് കോർഡിനേറ്റ്സ് ദ ആക്ടിവിറ്റീസ് ഓഫ് ബേസ് സ്റ്റേഷൻ ആൻഡ് കണക്ട്സ് ദ എൻറ്റയർ സെല്ലുലാർ സിസ്റ്റം ടു PSTN. ഓൾ ഓഫ് ദി അബോവ് എഴുതരുത്, കാരണം MSCയുടെ മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് MSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ സ്വിച്ചിങ് സെന്റർ ആണ്. ഫുൾ ആക്ടിവിറ്റീസ് നമ്മുടെ PSTN-ആയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്, ബേസ് സ്റ്റേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് MSC ആണ്. ആർക്കിടെക്ചർ പഠിച്ചാൽ മതി GSM-ൻ്റെത്. നമുക്ക് ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം GSM റിലേറ്റ് ചെയ്തിട്ടുള്ളത് പഠിക്കാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ GSME എന്നാണ്. അപ്പൊ GSME എന്നൊക്കെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. GSM ഡാഷ് ഇസ് യൂസ് ടു സെപ്പറേറ്റ് അപ്ലിങ്ക് ആൻഡ് ഡൗൺലിങ്ക്. ഏതാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ TDMA, FDMA അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് മൾട്ടിപ്ലക്സിംഗ് മെത്തേഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതില് ഇതിന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്, FDD ആണ് ഓപ്ഷൻ. GSM-ല് അപ്ലിങ്കിനെയും ഡൗൺലിങ്കിനെയും സെപ്പറേറ്റ് ചെയ്യാനുള്ളത്. സോ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട് പല സെഷനിൽ നിന്നും. ഇത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷനിലും ഇലക്ട്രോണിക്സിലും ചോദിച്ചേക്കുന്ന കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക എക്സാമിനായിട്ട്. ഓരോ ടോപ്പിക്സുകളും സെമി കണ്ടക്ടേഴ്സ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ സെമി ഇലക്ട്രോണിക്സ് പോർഷൻസ് ആദ്യം പഠിക്കുക, അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ പോർഷനിലേക്ക് വരിക. രണ്ടും കുറച്ച് പേർക്ക് ഇലക്ട്രോണിക്സ് ആയിരിക്കും എളുപ്പം, കുറച്ച് പേർക്ക് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പോൾ രണ്ട് പോർഷൻസും കവർ ചെയ്ത് വേണം പഠിക്കാൻ.
പ്രത്യേകിച്ച് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ആ വരുന്ന ടോപ്പിക്കുകളൊക്കെ. പിന്നെ ട്രാൻസിസ്റ്റർ, ഡയോഡ് സെഷൻസ് ഇതൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.